ഞാനൊരു ഡയറക്ടറോ റൈറ്ററോ അല്ല, ഐ എം എ സ്റ്റോറി ടെല്ലർ. ഞാൻ കഥ പറയുകയാണ്. അതെനിക്ക് തോന്നിയ പോലെ ഞാൻ പറയും. ഏത് ഫീൽഡിലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അതിനെ എടുക്കാൻ നമ്മൾ റെഡിയാണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ അതിനുവേണ്ടി ആദ്യം ഞാൻ എന്നോട് തന്നെ പറയുന്നൊരു കാര്യം, ഐ എം നോട്ട് എ പെർഫെക്റ്റ് പേഴ്സൺ, ഐ എം നോട്ട് എ പെർഫെക്റ്റ് ഫിലിം മേക്കർ. എനിക്കും തെറ്റുകൾ പറ്റും. ഫസ്റ്റ് സിനിമയുടെ ടീസർ ഇറങ്ങിയപ്പോഴത്തേക്ക് അതിനകത്ത് ഈ ബിജു മേനോൻ എഴുതി കാണിച്ച ശേഷം ജോജുവിനെയാണ് സ്ക്രീനിൽ കാണിച്ചത്. അതിനുശേഷം ജോജു എന്ന് കാണിച്ചപ്പോഴത്തേക്കും ബിജു മേനോൻ കാണിച്ചു. അത് ഇന്റൻഷനലി ചെയ്തതാണോ അതോ അല്ല തെറ്റിപ്പോയതാണല്ലേ? എല്ലാത്തിലും ഉണ്ട്. അല്ല, അത് എഡിറ്ററുടെ ഓരോ നമ്പറുകളാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു ജീത്തു ജോസഫ് മൂവി ആയിരിക്കില്ല എന്ന് തോന്നുന്നു. ഏറ്റവും ബുദ്ധിമുട്ട് എന്താണെന്നറിയാം, ആൾക്കാരെ ചിരിപ്പിക്കാനാണ്. ചേട്ടൻ എന്തിനാ ഇങ്ങനത്തെ പടമൊക്കെ ചെയ്യുന്നത്? ചേട്ടൻ വല്ല ത്രില്ലർ സിനിമ ചെയ്താൽ പോരെ? ഞാൻ പറഞ്ഞു, മോനെ ഞാൻ ഇനി ഇങ്ങനത്തെ സിനിമ ചെയ്യും. പാക്കപ്പ് വീഡിയോയിൽ ലാലേട്ടൻ്റെ ഒരു വിഷൻ ഉണ്ടായിരുന്നു. സാർ പെട്ടെന്ന് ഓക്കെ ആണെന്ന് പറയുമ്പോഴത്തേക്ക് ലാലേട്ടൻ പെട്ടെന്ന് ഞെട്ടുന്ന ഒരു കൈയടിക്കുക എന്ന് പറയുമ്പോൾ, ഒരു ക്യാരക്ടറുടെ ഒരു ഇത് കഴിഞ്ഞിട്ട് കൈയടിക്കുക എന്ന് പറയുമ്പോൾ ആ ക്യാരക്ടറുടെ ആ സിനിമയിൽ ലാസ്റ്റ് ഷോട്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ റിയാക്ഷൻ. ഓ, ഇത് കഴിഞ്ഞു ലാസ്റ്റ് ഷോട്ട് ആയിരുന്നെന്ന് ലാൽ സാർ അറിയാം. ലാൽ സാർ അറിഞ്ഞില്ല. കഴിഞ്ഞ വർഷം നമ്മൾ ദൃശ്യം 3 സാർ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു റിപ്പോർട്ട് പോലെ കൊടുത്തിരുന്നു. അപ്പോൾ സാർ അതിൻ്റെ അടി എപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് സാർ പറഞ്ഞിട്ടു. അത് മോള് പറഞ്ഞു തന്നെ. അപ്പോൾ എന്നോട് മോള് പറഞ്ഞു, ഡാഡി നമ്മളിങ്ങനെ അതിനെ ഫണ്ണായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. വലതുവശത്തെക്കാൾ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി സംവിധായകൻ ജിത്തു ജോസഫ്, അഭിനേതാക്കളായ ഗോകുൽ, ലിയോണ ലിഷോയ്, ലെന എന്നിവരാണ് റിപ്പോർട്ടർ ടിവിക്കൊപ്പം ചേരുന്നത്. നമസ്കാരം സാർ. അതിന് സാറിനോട് ചോദിക്കാം, ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നു ഇതൊരു ക്രൈം ഇമോഷണൽ ത്രില്ലർ എന്നുള്ളൊരു മൂഡിലാണ് ട്രെയിലർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ജസ്റ്റ് പ്രേക്ഷകരെ ഒരു കൂടുതൽ എക്സ്പെക്ടേഷൻ കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് അതുപോലെ ഒരു സ്ലോ ബേൺ എന്നുള്ള രീതിയിലൊരു ട്രെയിലർ അറിഞ്ഞുകൊണ്ട് റിലീസ് ചെയ്തതാണോ അതോ എന്താണ്? അതാണത്. ഈവൻ ഞാൻ അതിനെ ത്രില്ലർ എന്ന് പോലും വിളിക്കുകയല്ല, ഇറ്റ്സ് എ ക്രൈം ഡ്രാമയാണ്. ഇമോഷണൽ ക്രൈം ഡ്രാമയാണ്. പിന്നെ അതിന് ത്രില്ലർ എന്ന് വിളിക്കേണ്ടവരെ വിളിച്ചോട്ടെ. ബേസിക്കലി അതാണ്, ഒരു ക്രൈം ഡ്രാമയാണ് ഇതിൻ്റെ ജോണർ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം അതിനകത്ത് അങ്ങനെ ഭയങ്കര ഒരു ട്വിസ്റ്റോ സസ്പെൻസോ ഒന്നുമല്ല. ഇതിനകത്തെ ക്യാരക്ടേഴ്സ് എല്ലാം ബേസിക് ആയിട്ടുള്ള സാധാരണ ഭാര്യ, അല്ലെങ്കിൽ മകൻ, അച്ഛൻ, പോലീസ്മാൻ അല്ലെങ്കിൽ പോലീസ് വുമൺ, അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ്. അവരുടെ കൊച്ചു കൊച്ചു ഇമോഷൻസും കാര്യങ്ങളും എല്ലാവർക്കും അവരുടേതായ ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട്. അതാണ് ഇതിനകത്ത് ലീഡ് ചെയ്യുന്ന ബിജുവും ജോജുവും. അവരുടേത് ഒരാൾ പോലീസുകാരനും ഒരാൾ വേറൊരു ക്യാരക്ടർ. അവർ തമ്മിലുണ്ടാകുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളും പിന്നെ അതെങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റേത്. ബേസിക്കലി ഇതൊരു ക്രൈം ഡ്രാമയാണ്, ഇമോഷണൽ ആണ് ആക്ച്വലി സിനിമ. ഈ സിനിമയുടെ ഫോണ്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വലതുവശത്തെ കള്ളൻ, അതിനകത്തൊരു കുരിശും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഡീകോഡ് ചെയ്ത് ഒരുപാട് ഫാൻ തിയറികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ജീസസ് ക്രൈസ്റ്റിന്റെ ബൈബിൾ റെഫറൻസ്, ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിച്ചില്ല? അതൊക്കെ ഡീകോഡ് ചെയ്ത് അവർക്ക് രസമാണ്. അതങ്ങനെ ഞാൻ ഡീകോഡ് ചെയ്യുന്നവരാണ്. ഡീകോഡ് ചെയ്തിട്ട് അവർക്ക് തിയേറ്ററിൽ വന്ന് കാണുക. എല്ലാവരും ഡീകോഡ് ചെയ്യട്ടെ, എന്നിട്ട് തിയേറ്ററിൽ വന്ന് കാണണം. എന്നിട്ട് വന്ന് നോക്കിയിട്ട് അത് കിട്ടിയെന്ന് പറഞ്ഞാൽ അതൊരു ഇതല്ലേ. അപ്പോൾ അതൊക്കെ തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ഈ സിനിമയിലേക്ക് ഒരു ഇത്രയും കാസ്റ്റോടെ ഉണ്ട്. ഈ മെയിൻ മുഖ്യ കഥാപാത്രം ചെയ്യുന്ന ബിജു മേനോനും ജോജു. എങ്ങനെ മലയാള സിനിമയിൽ അത്യാവശ്യം നല്ലൊരു സ്ക്രീൻ പ്രസൻസ് ഉള്ള 2 നടന്മാരാണ് ഇവരുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരിലേക്കും ജിത്തു ജോസഫ് എന്ന സംവിധായകൻ, നിങ്ങൾ ഈ നടന്മാരിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ആ ക്യാരക്ടർ വായിച്ചപ്പം നമുക്ക് ഭയങ്കര ആപ്റ്റായിട്ട് തോന്നി ഇവരുടെ. കാരണം ഇപ്പം ഈ കോംബോ അധികം വന്നിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഫാക്ടേഴ്സ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം ബിജുവോ ജോജുവോ ഇത് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു ഞങ്ങൾ വേറെ കോമ്പിനേഷൻ ട്രൈ ചെയ്തേനെ. പക്ഷേ നമ്മളത് അപ്രോച്ച് ചെയ്തപ്പം അവർ റെഡിയാന്ന് പറഞ്ഞാൽ നമ്മളിത് ചെയ്തു. പിന്നെ ഇവരുടെ ഈ കോമ്പിനേഷൻ്റെ ഒരു പുതുമ ഒരു സുഖമായിട്ട് തോന്നി. ഇതിൽ എനിക്ക് ജോജുവിൻ്റെ വൈഫിൻ്റെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ ജിത്തു ജോസഫിൻ്റെ ആദിക്ക് ശേഷം പിന്നെ നുണക്കുഴി, അതിനുശേഷമുള്ള സിനിമയാണിത്. അപ്പോൾ കുറച്ചാൾ സിനിമയിൽ ഇല്ലായിരുന്നു, കുറച്ച് നാൾ നമ്മൾ കാണുന്നില്ലായിരുന്നു. ഇപ്പോഴാണ് ഒരു എന്താ പറയുക, ഒരു തിരിച്ചു വരുമെന്നുള്ളൊരു രീതിയിലുള്ള സിനിമയാണിത്. എന്ത് തോന്നുന്നു വലതുവശത്തെ കള്ളനുള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഇതിലൊന്ന് ശരിയാണ്, ഒരു ഓൾമോസ്റ്റ് 1.5 ഇയേഴ്സിൻ്റെ ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് വിത്ത് എ ബാങ്, ബിക്കോസ് കമ്മിങ് ഇൻ എ ജീത്തു ജോസഫ് ഫിലിം വിത്ത് 2 വലിയ സ്റ്റാർസാണ്, ബിജു മേനോൻ ആൻഡ് ജോജു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള 2 ആക്ടേഴ്സാണ്. ഒരുപാട് വർഷങ്ങൾ ഞങ്ങൾ ഒരുപാട് സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ആക്ട് ചെയ്യാൻ നല്ല കെമിസ്ട്രി ഉള്ള ആക്ടേഴ്സാണ്. എനിക്ക് തോന്നുന്നു അവർ 2 പേരെ ഇതുപോലെ എന്തുകൊണ്ട് ഇതുവരെ ആരും പെയർ ചെയ്തില്ല ഒരു പടത്തിൽ എന്ന് നമ്മളിപ്പോൾ ചിന്തിച്ചു പോകും. ബിക്കോസ് രസമാണ് അവരുടെ ഡൈനാമിക്.
അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് തിരിച്ച് എപ്പോഴും ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് സിനിമയിലേക്ക് തിരിച്ചു വരുമ്പോൾ വളരെയധികം ഫ്രഷ്നെസ്സോട് കൂടിയിട്ടാണ് ഞാനും വരാറുള്ളത്. ആ പടങ്ങളൊക്കെ വളരെ സ്പെഷ്യലാണ്. അത് എനിക്ക് മാത്രമല്ല, പിന്നീട് ഞാൻ ഇതുവരെ ആ പാറ്റേൺ നോക്കുമ്പോൾ എൻ്റെ തിരിച്ചു വരവുകളുണ്ട് കുറേ സിനിമയിലേക്ക്. അതെ, കുറേ കംബാക്സ് ഉള്ള ആളാണ്. പക്ഷെ ആ കംബാക്ക് പടങ്ങളൊക്കെ യൂഷ്വലി വളരെ ഇമ്പാക്റ്റ്ഫുൾ ആണ്, മലയാള സിനിമയിൽ ഓർക്കുന്ന സിനിമകളാണ്. സോ എനിക്ക് തോന്നുന്നു അതുപോലെ ഒരു പടം തന്നെ ആയിരിക്കും വലതുവശത്തെ. ഈ ജിത്തു സാർ സിനിമയിലേക്ക് വിളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുൻപ് സിനിമകളിൽ ചെയ്ത ഒരു എക്സ്പീരിയൻസ് തന്നെയാണോ ഈ സിനിമയിലും അദ്ദേഹത്തിന്റെ ഒരു? ഭയങ്കര ഡിഫറെൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ജിത്തു ജോസഫ് സാറിൻ്റെ ഡയറക്ടോറിയൽ സ്റ്റൈൽ ഞാൻ ഇതുവരെ കണ്ടുപഠിച്ചിട്ടുള്ളത് സിനിമയിലെ സ്റ്റോറി അനുസരിച്ചായിരിക്കും ആ സിനിമയിലെ ഡയറക്ടോറിയൽ സ്റ്റൈൽ. ഒരു ഫിക്സ്ഡ് ഡയറക്ടോറിയൽ സ്റ്റൈൽ വെച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരാളല്ല എന്ന് സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ഐ തിങ്ക് വാട്ട് ഹി ഡസ് ഇസ് ഹീ അഡാപ്റ്റ്സ് ഹിസ് സ്റ്റൈൽ ടു ദ സ്ക്രിപ്റ്റ്. അപ്പോൾ അത് രസമാണ്. ഞാനും അങ്ങനത്തെ ഒരു ആക്ടറാണ്. എനിക്കൊരു ഫിക്സ്ഡ് ആക്ടിങ് സ്റ്റൈലില്ല, അതുപോലെ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സേ ചെയ്യൂന്നില്ല. ഡിപ്പെൻഡിങ് ഓൺ ദ സ്റ്റോറി ആൻഡ് സ്ക്രിപ്റ്റ് നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവരാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ടീം തന്നെയാണെന്ന് തോന്നുന്നു. എൻറ്റയർ വലതുവശത്തെ കളനിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ആ ഒരു ഡൈനാമിക് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫിലിം ആയിരിക്കും. ഫ്രം ദ ഡിഫറൻസ് ഇൻ ഡയറക്ടോറിയൽ സ്റ്റൈൽ, ആക്ടിങ് സ്റ്റൈൽ, എല്ലാവരും ഒന്ന് അവരുടെ രീതി മാറി ചെയ്തിട്ടുണ്ട്. അതിനുള്ള സ്കോപ്പുള്ള സ്ക്രിപ്റ്റാണ് സത്യത്തിൽ. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് സ്ക്രിപ്റ്റ്. എല്ലാവർക്കും അവരുടെ ഒരു രീതി മാറ്റി ചെയ്യാനുള്ള ഒരു ചാൻസ് ഉള്ളതായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നുണക്കുഴി ഇറങ്ങി ഞാൻ ആക്ച്വലി US-ലായതുകൊണ്ട് പിന്നീടാണ് കണ്ടത്. OTT-യിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് കണ്ടത്. നാട്ടിലില്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇപ്പോൾ തിരിച്ച് ബാക്ക് ടു കൊച്ചി, ബാക്ക് ടു സിനിമ എന്നുള്ള ഇത്. അപ്പോൾ തിരിച്ചിനി ഞാൻ ആക്ച്വലി ബ്രേക്കിലായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ ഭാഗ്യത്തിന് ജിത്തു ജോസഫ് സാറ് എനിക്ക് 2 സ്ക്രിപ്റ്റാണ് അയച്ചു തന്നത്. ഞാൻ US-ലുള്ള സമയത്ത് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ് ഇരുന്ന് വായിക്കാനൊക്കെ. അപ്പോൾ റിയലി ഐ എം വെരി താങ്ക്ഫുൾ ടു സർ ഫോർ ബ്രിങ്ങിങ് മീ ബാക്ക്. ഒരുപക്ഷെ ഇങ്ങനത്തെ ബ്രേക്ക് എടുത്തവരായിരിക്കും പിന്നെ തിരിച്ചു വരാതെ പോയിട്ടുള്ളവർ. എൻ്റെ ഭാഗ്യത്തിന് തിരിച്ചു വന്നു. ജിത്തു സാറിന്റെ കൂടെ നേരത്തെ അഭിനയിച്ചിട്ടുണ്ട്, 12th മാനിലുണ്ടായിരുന്നു, പിന്നെ റാമില് അഭിനയിച്ചെന്ന് പറഞ്ഞു. അതിനുശേഷം വരുന്നൊരു സിനിമ ഇതിലെ ഈ വലതുവശത്തെ കള്ളനിൽ എന്താണ് ലിയോണയുടെ ഒരു ക്യാരക്ടർ എന്താണ്? എൻ്റെ ക്യാരക്ടറിന്റെ പേര് വിദ്യാന, ASI ആണ്. ബിജാട്ടിന്റെ കൂടെ തന്നെയാണ്. എനിക്ക് അധികം കോമ്പിനേഷൻ ബിജാട്ടൻ്റെ കൂടെയാണ്. ലൻ ചേച്ചി ഉണ്ട്, ജോജി ചേട്ടനുണ്ട്, ഇവർ കുറേ പേര്, കുറേ ആക്ടേഴ്സ് ഉണ്ടെങ്കിലും എനിക്ക് ഫുള്ള് ബിജാട്ടിൻ്റെ കൂടെ. ഞാൻ ലൻ ചേച്ചിയുടെ കൂടെ ആകെ ഒരു സീൻ ക്ലൈമാക്സിൽ വരുമ്പോൾ ഉള്ള ഒരു സീനും അങ്ങനെ വളരെ കുറച്ചേ ഉള്ളൂ. സോ ആൻഡ് വി ഹാഡ് നൈറ്റ് ഷൂട്ട് ഫുൾ ടൈം. ഞങ്ങൾക്ക് മേജർ പാർട്ട് ഓഫ് ദ സ്റ്റോറി ഒരു നൈറ്റ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ നൈറ്റ് ഷൂട്ട് നമുക്ക് എത്ര ദിവസം ഉണ്ടായിരുന്നു സർ? കുറേ ദിവസം ഉണ്ടായിരുന്നില്ലേ? 2 ആഴ്ചക്ക് കൂടുതലുണ്ടല്ലോ. അപ്പോൾ 1 മാസത്തോളം നൈറ്റ് ഷൂട്ടായിരുന്നു. സോ സാധാരണ ഒരു പോലീസുകാരിയാണ് ASI വിദ്യ. അവരുടെ വർക്ക് ലൈഫിൽ നടക്കുന്ന ഒരു വളരെ എന്താ പറയുക അൺകോമൺ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ. ആ സിറ്റുവേഷൻ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ചില അതെ 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 കൂടെ നിൽക്കുകയാണ്. ഏറ്റവും മനുഷ്യത്വം തോന്നുന്ന ഒരു ക്യാരക്ടർ പോലീസ് സ്റ്റേഷനിൽ ഉള്ള ഒരു ക്യാരക്ടർ ഞാനായിരിക്കും. ബീങ് എ വുമൺ ആൻഡ് ബീങ് എംപത്തറ്റിക് ടുവേർഡ്സ് അതർ വിമൻ അറൗണ്ട്, അതൊക്കെ ഈ ക്യാരക്ടറിനായിരിക്കും. ആൻഡ് ഇറ്റ് ഗോസ് അങ്ങനെ. ഈ ഇതിനു മുമ്പും പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജിത്തു ജോസഫിന്റെ സിനിമയിൽ ആദ്യമായിട്ടാണ് ലിയോണ ഒരു പോലീസ് ഓഫീസർ അല്ല? റാമില് പോലീസാ, പക്ഷെ ആൾക്കാർ കണ്ടിട്ടില്ല. അപ്പൊ ഇതില് ഇപ്പൊ പോലീസ് വേഷങ്ങൾ ചെയ്യുമ്പോൾ അതിന്റേതായ ഒരു ചലഞ്ചസ് ഉണ്ടാവുമല്ലോ, പോലീസുകാരുടെ ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ. അത് പക്ഷെ ചലഞ്ചിങ് ആയിരുന്നു. ലിയോണ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് സാറിന്റെ കൂടെ വരുമ്പോ സാറ് എപ്പോഴും എനിക്ക് പറഞ്ഞു തരാറുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന്. സാറ് പറഞ്ഞു തരുന്നത് ചെയ്യാ. അങ്ങനെയാണ് ഞാൻ മോസ്റ്റ്ലി ഐ തിങ്ക് 3 മൂവീസും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടാവുമല്ലോ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ആൻഡ് ഹീ ഈസ് വെരി പെർട്ടിക്കുലർ അബൌട്ട് ചില കാര്യങ്ങൾ. ഈ ഒരു സീനിൽ എങ്ങനെ വേണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും, അല്ലെങ്കിൽ കാണിച്ചു തരും, ചിലപ്പോൾ അഭിനയിച്ച് കാണിച്ചു തരും. അപ്പോൾ ഇതാണ് വേണ്ടത്, അപ്പോൾ അത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മളെ. ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു ഡിസ്കഷനിൽ നമ്മളൊരു ധാരണയിലെത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഗൂഗിളിലോട്ട് വരുവാണെങ്കിൽ ആടുജീവിതത്തിന് ശേഷം ചെയ്യുന്നൊരു സിനിമയാണ്. ഇപ്പോൾ അതിൽ ബോഡി ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ചെയ്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് സ്റ്റേറ്റ് അവാർഡ്
അങ്ങനെ ഒരുപാട് ബഹുമതികൾ ലഭിച്ചു. അപ്പോൾ വലതുവശത്ത് കള്ളനിലോട്ട് വരുമ്പോഴത്തേക്ക് എന്താണ് ഗോകുലിന്റെ ക്യാരക്ടർ എന്താണ്? എന്താണ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഫിലിപ്പ് എന്നാണ്. ബിജേട്ടന്റെ മോനായിട്ടാണ്. ഓ. അപ്പോൾ അതൊരു ഫാദർ സൺ ഒരു ഡൈനാമിക്സ് ആണ് ആ ഒരു ക്യാരക്ടറിന്റെ. അപ്പോൾ അതുപോലെ ഒരു കഥാപാത്രം നമ്മുടെ ഇടയിൽ സമൂഹത്തിൽ ഒരുപാടുണ്ട്. അതുപോലത്തെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു മകൻ, അതുപോലത്തെ ഒരു മകനെ നമുക്ക് കുറേ സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. അങ്ങനെയുള്ളൊരു നമ്മുടെ അച്ഛനും മകനും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ക്യാരക്ടറിന്റെ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഇത് എന്താ പറയാ, എൻ്റെ ഒരു കൈൻഡ് ഓഫ് ജോക്സ് ആയിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ കുറെ കോസ്റ്റ്യൂമുകളായിട്ട് എനിക്ക് വളരെയധികം സാമ്യത തോന്നിയ ഒരു ഇതാണ്. അപ്പൊ ഞാൻ നിജ ചേച്ചിയോട് പറഞ്ഞ 2-3 കോസ്റ്റ്യൂം അടിച്ചു മാറ്റിയിട്ടുണ്ട്. റിയൽ ലൈഫിൽ വെയർ ചെയ്യുന്ന ഡ്രസ്സുകളാണ്. റിയൽ ലൈഫിൽ പറയുന്ന ഇപ്പോൾ ഉള്ള നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു എന്നെ പോലത്തെ ഒരു പയ്യൻ. ഡ്രസ് മാത്രമുള്ള സ്വഭാവം സ്വഭാവം അടിച്ചു മാറ്റിയിട്ടില്ല. കുറച്ച് കാലത്ത് കുറച്ച് മണിക്കൂറുകൾ നേരത്തേക്ക് അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോ നമ്മളെപ്പോലെ എന്നെപ്പോലുള്ള ഒരു ചെറുപ്പക്കാരൻ. അപ്പൊ ചെറുപ്പക്കാരന്റെ ഒരു മാനസിക ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പും അവൻ്റെതായിട്ടുള്ള കുറെ ഒരു അപ്പൻ പോലീസും എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ തമ്മിലുള്ള ഒരു സ്വഭാവത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഭിന്നതകളൊക്കെയുണ്ട്. ടീസറിൽ ഫസ്റ്റ് സിനിമയുടെ ടീസർ ഇറങ്ങിയപ്പോഴത്തേക്ക് അതിനകത്ത് ഈ ബിജു മേനോൻ എഴുതി കാണിച്ച ശേഷം ജോജുവിനെയാണ് സ്ക്രീനിൽ കാണിച്ചത്. അതിനുശേഷം ജോജു എന്ന് കാണിച്ചപ്പോഴത്തേക്കും ബിജു മേനോൻ കാണിച്ചത്. അത് ഇന്റൻഷനലി ചെയ്തതാണോ അതോ അല്ല തെറ്റിപ്പോയതാണല്ലേ? എല്ലാത്തിലും ഉണ്ട്. അല്ല, അത് എഡിറ്ററുടെ ഓരോ നമ്പറുകളാണ്. എഡിറ്റർ പറഞ്ഞിട്ട് പുള്ളി ഒരു പ്രത്യേക രീതിയിലൊരു തോട്ട് ചെയ്യുന്നിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്താലോ എന്ന് പറഞ്ഞു. കാരണം അതാ ക്യാരക്ടറിന്റെ ഒരു ഇത് വെച്ചിട്ട് ചുമ്മാ പുള്ളി പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒന്ന് ഇട്ടാലോ എന്ന് ചോദിച്ചാൽ ഇട്ടോളാം. ചിലപ്പോൾ ആൾക്കാര് തെറ്റിപ്പോയതാന്ന് പറയും. അത് ഒരുപാട് പേര് ശ്രദ്ധിച്ചിട്ട് അതിനും ഒരുപാട് തിയറികൾ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലെ, പിന്നെ ആൾക്കാർക്കും ഇതിനകത്ത് എൻഗേജ്ഡ് ആകാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? കാരണം ഈ നമ്മളിപ്പോൾ ഇതിനകത്ത് പസിൽസ് പോലത്തെ കുറെ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി ആൾക്കാർ അതിനും, ഞാൻ ഭയങ്കര ബിസി ആയിട്ടുള്ള വലിയൊരു ബിസിനസ്സുകാരൻ, നമുക്കൊക്കെ ഒരു അതിന് അറിയാവുന്ന ബിസിനസ്, പുള്ളി അത് സോൾവ് ചെയ്തിട്ട് എനിക്ക് അയച്ചത് സമയമുണ്ടോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പം ആൾക്കാർക്ക് അപ്പം ഇന്ററാക്ട് ചെയ്ത് ഇതിനകത്തൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. അതാണ്. പിന്നെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ സാർ ഇതിൽ സ്ക്രിപ്റ്റ് ചെയ്യുന്നില്ല. ഡിനു കൂദാശ എന്ന് പറഞ്ഞ സിനിമ ചെയ്ത് ഡിനു ആണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഡിനുവിലോട്ട് ഇത് എങ്ങനെയാണ് കണക്ട്? ഡിനു എന്നെ ഷാജി നടേശൻ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, കൂദാശ ചെയ്ത് ഡിനു വില്ലനാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഈ കൂദാശ സിനിമ കണ്ടിട്ട് ഞാനന്ന് ഫേസ്ബുക്കിലൊക്കെ എഴുതിയായിരുന്നു ഈ പടം കാണണം, കാരണം അധികം ആൾക്കാർ ശ്രദ്ധിച്ചില്ല. അപ്പം ഞാനത് എഴുതി ഇതൊരു നല്ല സിനിമയാണ്, തീർച്ചയായിട്ടും കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ബിജു മറ്റേ ഷാജി എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു നരേഷൻ, കാരണം പുള്ളി ഓൾറെഡി ഈസ് എ റൈറ്റർ ഡയറക്ടർ. അപ്പോൾ ഒരു നരേഷൻ പറഞ്ഞു. ഞാൻ ലിൻഡ പിള്ളേർ ഞങ്ങൾ 4 പേരിരുന്ന് കേട്ടു കഴിയുമ്പോൾ നല്ല രസമായിട്ട് തോന്നി. അപ്പം ഞാൻ എന്നിട്ട് പറഞ്ഞു എൻ്റെ സ്ക്രിപ്റ്റ് തരാൻ പറഞ്ഞു. എന്നിട്ട് അത് എൻ്റെ ടീമിന് കൊടുത്തു. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് വലിയ ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നുമില്ല. പിന്നെ നമുക്കൊരു ഫീഡ്ബാക്സ് എടുക്കണം. അങ്ങനെ നമ്മുടെ എൻ്റെ ടീമെല്ലാം വായിച്ച് അവർ ഫീഡ്ബാക്ക് പറഞ്ഞു. അതിനനുസരിച്ച് വേണ്ട ചില മാറ്റങ്ങൾ അതിനകത്ത് വരുത്തി. അല്ല അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും അങ്ങനെയൊക്കെ മാറിയെന്നല്ലാതെ ആ സ്ക്രിപ്റ്റ് അത്യാവശ്യം ഒരു സ്ട്രോങ് സോളിഡ് സ്ക്രിപ്റ്റ് ആയിരുന്നു കൊണ്ടുവരുമ്പോൾ തന്നെ. സാറിൻ്റെ ഈ സിനിമകളിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു സെയിം ടീം എപ്പോഴും ഫോളോ ചെയ്യുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ DOP ഇന്ന് സതീഷ് കുറുപ്പ്, മ്യൂസിക് വിഷ്ണു ശ്യാം, അല്ലെങ്കിൽ അതിന് മുമ്പ് അനിൽ ജോൺസൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ടീമിനെ സാർ ഇത് കംഫർട്ടബിൾ ആയതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ്? കംഫർട്ടബിൾ ആയതുകൊണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഈ ടീം കുറേ ആൾക്കാർ ഇരുന്നുണ്ട് അതിനെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നുമുണ്ട്. സെയിം ടീം ഇത് ചെയ്ത് അപ്പോൾ ചില ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള അറ്റാക്സ് ഞാൻ ഈ സോഷ്യൽ മീഡിയ ഒന്നും നോക്കാറുമില്ല. ഇത് ചെയ്ത് നമ്മൾ ഈ പ്രൊമോഷൻ്റെ സമയത്ത് ഇങ്ങനെ ഇത് ചെയ്യും, ഫോർവേഡ് ചെയ്യും, ഇത് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യുന്നല്ല. അപ്പോൾ ഈയിടെ 1-2 പേരെ എനിക്ക് അയച്ചു തന്നുകൊണ്ട് കുറേ പേര് ഇത് നോക്കി കഴിഞ്ഞപ്പോൾ ഇതൊന്നും ഫേക്ക് അക്കൗണ്ട്സ് ആവും, 2 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളത്. ഇവരെന്തിനാ ഇവർ ചിലരെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നു? മേ ബി അതുപോലെ പെയ്ഡ് ആയിരിക്കാം. ചിലപ്പോൾ ഞാൻ സതീഷിനെ വിളിച്ച് പറഞ്ഞു ചിലപ്പോൾ കൂടെ നിൽക്കുന്ന ആൾ തന്നെയായിരിക്കും കേട്ടോ. അപ്പം ഇതൊക്കെ ഇതിനകത്ത് ഇങ്ങനെ ഉണ്ട്. ഞാൻ അല്ല വേറെ ടെക്നീഷ്യൻസിന് ഇങ്ങനെ ശരി അങ്ങനെ വിളിക്കുന്നില്ല എന്നുള്ളൊരു വിളിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് വേണ്ട കാര്യങ്ങൾ തരുന്നവരുമായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എനിക്കെന്നാ അറിയാം, എനിക്ക് ആരുമായിട്ടും വഴക്ക് കൂടാനൊന്നും താല്പര്യമില്ല. ഞാൻ പണ്ട് വേറൊരു ലാംഗ്വേജ് പടം ചെയ്യാൻ പോയിട്ട് അവിടെ സിനിമാറ്റോഗ്രാഫറുമായിട്ട് ഗുസ്തിയായിരുന്നു. അപ്പോൾ എന്നാ അറിയോ, അൺകംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ ഷൂട്ടിങ് സുഖമാവും. അപ്പം നമ്മുടെ എൻ്റെ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റണം. ആർട്ടിസ്റ്റ് ആണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും
എന്ന് കരുതി അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അപ്പോഴും അത് നല്ല പെട്ടെന്ന് തിരിച്ച് ജെല്ല് ചെയ്ത് വീണ്ടും മുന്നോട്ട് പോകാൻ പറ്റും, ടീം വർക്കായിട്ട് പോകാൻ പറ്റും. അപ്പോൾ എനിക്ക് അതൊരു ഫാക്ടർ. പിന്നെ രണ്ടാമത് ഒത്തിരി പ്രൊജക്ട്സ് വന്നപ്പം അടുപ്പിച്ചടുപ്പിച്ച് 2-3 പ്രൊജക്ട്. ഇപ്പം 2024 എനിക്ക് പടം ഒന്നും ഞാൻ ചെയ്തില്ല, കാരണം 23 ഡിസംബറിലാണ്ടാണ് നുണക്കുഴി ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ റാമിനും വേറൊരു ഹിന്ദി പ്രൊജക്റ്റിനും വേണ്ടി വെയിറ്റ് ചെയ്ത് കുറച്ച് സമയം പോയി. പിന്നെ കുറച്ച് എൻ്റെ ഒരു പേഴ്സണൽ കാര്യം കൊണ്ടും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് പ്ലാൻ ചെയ്ത് മലയാള സിനിമ ഇങ്ങോട്ട് കയറി വന്നു. അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഭയങ്കരമായിട്ടും, കാരണം എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് വേണമെങ്കിൽ അഡ്വാൻസും തിരിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഇത് അതിൽ നിന്ന് അങ്ങ് ഒഴിവാകാം, അല്ലെങ്കിൽ മാറ്റി വയ്ക്കാമെന്ന്. പക്ഷേ ഒരു വാക്ക് കൊടുത്തു, ആ വാക്ക് പാലിക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പം ഞാൻ അതെല്ലാം കൂടെ എടുത്തു വെച്ചിട്ട് ഞാൻ ഭയങ്കര സ്ട്രെസ്ഡായി. ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ സിനിമ ചെയ്യണമെന്ന്. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ടീമിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്തു. അപ്പം ഞാനെന്ന് വെച്ചാൽ അവർക്ക് ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ട് ഞാൻ അവരെ വിശ്വസിച്ചേൽപ്പിക്കുകയാണ്. അപ്പോൾ അവരത് കറക്റ്റായിട്ട് എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുതിയൊരാൾ വന്ന എൻ്റെ രീതികൾ അറിയാൻ മേല, മനസ്സിലായി എന്ന് കരുതി പുതിയ ആൾക്കാരെ എടുക്കുകയല്ലെന്നല്ല. നമ്മൾ തീർച്ചയായിട്ടും പുതിയ ആൾക്കാർ വേറൊരു ഓപ്ഷൻ നമ്മൾ എടുക്കും. ഇങ്ങനെ കംഫർട്ടബിളായിട്ട് പോകുന്നതുകൊണ്ട് വർക്ക് ചെയ്ത് പോകുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കംഫർട്ട് സോണിൽ നിൽക്കുന്നതിൻ്റെ ഒരു ഇതുണ്ട്. പ്ലസ് ഈ അടുപ്പിച്ചടുപ്പിച്ച് വന്നപ്പോൾ ഉണ്ടായ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഈ 2 ഫാക്ടർ കൊണ്ടാണ്. ഈ ഓഡിയൻസിന്റെ എക്സ്പെക്ടേഷൻസിലേക്ക് വരുമ്പോഴത്തേക്കും ജിത്തു ജോസഫ് സിനിമ എന്ന് പറയുമ്പോൾ ആൾക്കാർ എന്തോ സംഭവം ഉണ്ട്, ദൃശ്യത്തിന്റെ മേക്കറാണ്, ട്വിസ്റ്റ് ഉണ്ട്, സസ്പെൻസ് ഉണ്ടെന്ന് പറഞ്ഞാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. സാർ അതല്ലാതെ സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ വലതുവശത്തെ കള്ളന് ഓരോ സിനിമ ഇറങ്ങുമ്പോൾ സാറിന് അതിൻ്റെതായ ഒരു ടെൻഷനുണ്ട്. ബേസിക്കലി എന്നറിയോ, എനിക്ക് ടെൻഷൻ എന്നുള്ളതല്ല, ഞാനിങ്ങനെ കുറച്ച് കൺസേൺഡ് ആണ്. അല്ല, എനിക്കങ്ങനെ ടെൻഷനോ പേടിയോ ഉള്ള ആളൊന്നുമല്ല. കാരണം ലൈഫിൽ ഏത് ഫീൽഡിലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അതിനെ എടുക്കാൻ നമ്മൾ റെഡിയാണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ അതിനുവേണ്ടി ആദ്യം ഞാൻ എന്നോട് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ഐ എം നോട്ട് എ പെർഫെക്റ്റ് പേഴ്സൺ, ഐ എം നോട്ട് എ പെർഫെക്റ്റ് ഫിലിം മേക്കർ. എനിക്കും തെറ്റുകൾ പറ്റും, എനിക്കും പാളിച്ചകളുണ്ടാവും. ഇപ്പോൾ ഒരാളിരുന്നുകൊണ്ട് കുറേ എന്നെ വിമർശിച്ച് പറ്റുമ്പോൾ ഞാനൊന്നും ബോധർ ചെയ്യാറില്ല. അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയാൽ ഞാനത് സീരിയസ് ആയിട്ട് നോക്കി അതിനത് ചെയ്യും. ചിലർക്ക് മനസ്സിലാകാതെ വിമർശിക്കുന്നവരുണ്ട്, ചിലത് വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുന്നവരുണ്ട്, ചിലർ നമ്മുടെ നന്മയെ ആഗ്രഹിച്ച് വിമർശിക്കുന്നവരുണ്ട്. നമുക്കത് കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റും. 2-3 പടങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഇവരെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അപ്പം ഞാൻ കൂടുതലും നമ്മുടെ നന്മയെ ആഗ്രഹിച്ച് വിമർശിക്കുന്നവരെ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് പാളിച്ചകളുണ്ടാവും. ഐ എം നോട്ട് എ പെർഫെക്റ്റ് ഫിലിം മേക്കർ. അതുകൊണ്ട് ഞാൻ എന്തിനെ പേടിക്കണേ, അതുകൊണ്ട് ഞാൻ എന്തിനെ ടെൻഷൻ അടിക്കണേ. ഞാനത് പണ്ട് വെരി ബിഗിനിങ്ങിൽ എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം. ഞാനതുകൊണ്ട് വെരി ബിഗിനിങ്ങിൽ പറഞ്ഞത്, ഞാനൊരു ഡയറക്ടറോ റൈറ്ററോ അല്ല, ഐ എം എ സ്റ്റോറി ടെല്ലർ. ഞാൻ കഥ പറയുകയാണ്. അതെനിക്ക് തോന്നിയ പോലെ ഞാൻ പറയും. അതിനകത്ത് ചിലതിനോട് ആൾക്കാർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അവർ അഭിപ്രായ വ്യത്യാസമുള്ളവർ പറയും, അത് ഇഷ്ടപ്പെടുന്നവരത് സ്വീകരിക്കും, അത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ സക്സസ് മാത്രം ഇതും മാത്രം ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഒരിക്കലും ദൃശ്യം കഴിഞ്ഞിട്ട് ലൈഫ് ഓഫ് ജോസൂട്ടി ചെയ്യല. ദൃശ്യം കഴിഞ്ഞ് ഉടനെ ലൈഫ് ഓഫ് ജോസൂട്ടി ചെയ്തപ്പോൾ ഞാനൊരു ഇതിനകത്ത് ഫേസ്ബുക്കിനകത്ത് വന്നു, എന്നെ തേടി വലിയൊരു പരാജയം വരാനിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അന്ന് കുറച്ച് പേര് വെച്ചിട്ട് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല പറഞ്ഞത്. പക്ഷെ എനിക്കറിയാം ഇങ്ങനെ ഒരു പടം എടുത്തു വെച്ചാൽ ഉണ്ടാകുന്നൊരു പ്രശ്നം. അല്ലെങ്കിൽ ഞാൻ അതേ ജോണർ തന്നെ ഒരു രീതിയിൽ വലിയൊരു സെറ്റപ്പിൽ കളയും. ഞാൻ ടോട്ടലി ഒരു ജോണർ ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം എൻഡ് ഓഫ് ദി ഡേ വേഴ്സ്റ്റ് കേസ് സിനാരിയോ ഞാൻ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടാവുകയും. ഞാൻ നാളെ ബേസിക്കലി ഞാനൊരു അഗ്രികൾച്ചർ ഫാമിലിയിൽ നിന്ന് വന്നതാണ്. ഫാദർ പൊളിറ്റീഷ്യൻ ആയിരുന്നേ പോലും എൻ്റെ ഫാദറിനെയൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. നാളെ പറമ്പിലിറങ്ങി കളിക്കാനും എനിക്കൊരു മടിയൊന്നുമില്ല. കാരണം എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനെ പേടിക്കണം. പിന്നെ ചിലത് നമുക്ക് വിഷമം തോന്നുന്ന എവിടെയാണെന്ന് അറിയാം. ചിലത് നമ്മൾ ഇങ്ങനെ ഉദ്ദേശിച്ചു, പക്ഷേ അത് ആൾക്കാർ അതിനെ വേറെ രീതിയിൽ എടുത്തു, അത് വർക്കൗട്ട്. ഇപ്പം അത് ഇതിനകത്തുണ്ടായിരുന്നു ലൈഫ് ഓഫ് ജോസൂട്ടിയിൽ കുറേ ഏരിയൽ ഹെലിക്യാം ഷോട്ട് യൂസ് ചെയ്തെന്ന് പറഞ്ഞു. ആ സിനിമ ടോട്ടലി ഒരു ഡെവിൾ ഏഞ്ചൽ പെർസ്പെക്റ്റീവിലാണ്. അപ്പൊ എപ്പോഴും അവരെ കാണിക്കാതിരിക്കാനായിട്ട് അതിന്റെ എല്ലാ സീനിനും ഒരു പെർസ്പെക്റ്റീവ് ആംഗിൾ ഉണ്ടായിരുന്നു. പക്ഷെ ആൾക്കാർ അതിനെ എല്ലാം ഒത്തിരി ഏരിയൽ ഷോട്ട്സ് യൂസ് ചെയ്തു. ചില റിവ്യൂസ് അല്ല ക്രിട്ടിക്സ് വരെ അങ്ങനെ പറഞ്ഞു. അപ്പം അവർക്ക് മനസ്സിലായില്ലേ, മേ ബി അതെൻ്റെ കുഴപ്പമായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യം വന്നില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ പേടി, ഭയം, ടെൻഷൻ അങ്ങനെയൊന്നും. ഈ ജിത്തു സാറിന്റെ ആദ്യ സിനിമ ആദിയിൽ ചേച്ചി അഭിനയിക്കുമ്പോൾ അത് പ്രണവിന്റെ അമ്മയായിട്ടാണ് അഭിനയിച്ചത്. അപ്പോൾ ഫസ്റ്റ് ആ സിനിമയിലേക്ക് വിളിക്കുമ്പോൾ ഉള്ളൊരു എന്തായിരുന്നു തോന്നിയത് ജിത്തു സാറ് പ്രണവ് മോഹൻലാലിന്റെ അമ്മയായിട്ട് അഭിനയിക്കാൻ? ഒന്ന്, ഞാൻ ജിത്തു സാറായിട്ടും ആദ്യത്തെ ഫിലിമായിരുന്നു. പിന്നെ പ്രണവ് മോഹൻലാൽ
everyone was interested to know what is Pranav like, because നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു രീതിയിൽ we are മോഹൻലാൽ fans. So definitely ആ ഒരു കൗതുകം ഉണ്ടായിരുന്നു. So what is മോഹൻലാൽ son like? ഡെഫിനറ്റ്ലി ഞാൻ ഭയങ്കര ക്യൂറിയസ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ഐ ലൈക്ക് ഡൂയിങ് ന്യൂ തിങ്സ്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ക്യാരക്ടേഴ്സിലും എന്തെങ്കിലും ഒരു വ്യത്യാസം, ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ചാൻസസ് ആർ ഞാൻ യെസ് പറയും. ബിക്കോസ് ഞാൻ അങ്ങനെ ക്യാരക്ടേഴ്സിനോട് നോ പറയുന്ന സാഹചര്യം വളരെ കുറവാണ്. അതുകൊണ്ടായിരിക്കും ഇത്ര പ്രോളിഫിക് ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത് ഇത്രയും വർഷം കൊണ്ട്. എന്താ വെച്ചാൽ ഞാൻ ഭയങ്കര ക്യൂറിയസ് ആണ്, പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ആ പ്രോസസ്സിൽ ഓഫ് ആക്ടിങ്. അതുപോലെ ഇറ്റ് വാസ് എ നോ ബ്രെയിനർ. ലൈക്ക് ഞങ്ങൾ ആദ്യം എന്ന് പറഞ്ഞ പടം ചെയ്യുന്നു, പ്രണവ് മോഹൻലാലിന്റെ അമ്മയായിട്ട് ലെന അഭിനയിക്കുന്നു ചോദിച്ചപ്പോൾ യെസ്, ലൈക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. ദിസ് നോ ക്വസ്റ്റ്യൻ ഓഫ് ദാറ്റ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ജീത്തു സാറിൻ്റെ കൂടെ 3 സിനിമകൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സാറിന് സാറിൻ്റെതായ ഒരു റബ്ബർ സ്റ്റാമ്പ് ഇട്ട ഒരു മേക്കിംഗ് സ്റ്റൈൽ ഇല്ല. ഓരോ സ്ക്രിപ്റ്റിനനുസരിച്ച് സ്റ്റൈല് മാറുന്ന ഒരു ഡയറക്ടറാണ്. എല്ലാവരും അങ്ങനെ അല്ല. പല ഡയറക്ടേഴ്സിനും അവർ വളരെ ഫിക്സ്ഡ് സ്റ്റൈലുണ്ട്, അതിലോട്ട് ഫിക്സ് ആവുന്ന സ്ക്രിപ്റ്റ്സേ അവർ ചെയ്യുള്ളൂ. സോ ഇത് കൂടുതലും എൻ്റെ ആക്ടിങ് സ്റ്റൈല് പോലത്തെ ഒരു ഡയറക്ടിങ് സ്റ്റൈലുള്ള ഒരു ഡയറക്ടറാണ്. എന്ന് വെച്ചാൽ യു ഡു അക്കോർഡിംഗ് ടു വാട്ട് ഇസ് റിക്വയർഡ് ഇൻ ദ സിറ്റുവേഷൻ എന്നുള്ളത്. അതുകൊണ്ട് എനിക്കും ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആദിയിൽ അഭിനയിച്ച ആ എക്സ്പീരിയൻസ് അല്ല നുണക്കുഴിയിൽ സാറുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ. നുണക്കുഴി കുറച്ചുകൂടി ഫൺ. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, യു ആർ വർക്കിംഗ് വിത്ത് എ ഡിഫറെന്റ് ഡയറക്ടർ ഈച്ച് ടൈം. അപ്പൊ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു വലതുവശത്തെ കള്ളനിലെ ഡയറക്ടർ ഇസ് എ വെരി ഡിഫറെന്റ് ഡയറക്ടർ ഫ്രം നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു ജീത്തു ജോസഫ് മൂവി ആയിരിക്കില്ല എന്ന് തോന്നുന്നു. ബിക്കോസ് ഞങ്ങള് ഇതുവരെ കണ്ടിട്ടുള്ള ജീത്തു ജോസഫ് സാർ ആയിരുന്നില്ല ഈ പടത്തിന്റെ ഡയറക്ടർ. കുറച്ചുകൂടി സെറ്റില് സ്ട്രിക്റ്റ് ആയിരുന്നു. അങ്ങനെ അല്ല, ടോട്ടലി ഡിഫറെന്റ് പേഴ്സണാലിറ്റി ആണ്. ഇപ്പൊ അങ്ങനെ സ്ട്രിക്റ്റ് ആവുക അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ആ മേക്കിങ്ങിന്റെ ഒരു മൂഡ് ഉണ്ടല്ലോ, പിന്നെ സ്റ്റൈൽ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ആക്ട് ചെയ്യുന്ന സ്റ്റൈല് ഇപ്പൊ ഒരു എന്നു നിന്റെ മൊയ്തീനിൽ അഭിനയിച്ച ഞാനല്ല ട്രാഫിക്കില് ഞാൻ എന്ന് പറയണ പോലെ അങ്ങനെ വേഷപ്പകർച്ച നടത്തുന്ന ഡയറക്ടറാണ് ജീത്തു സാർ. വെർസറ്റൈൽ ആയിട്ടുള്ള ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഹി ചേഞ്ചസ് ടു ദ റിക്വയർമെന്റ്സ് ഓഫ് ദ സ്ക്രിപ്റ്റ്, ഹിസ് സ്റ്റൈൽ. അങ്ങനെയാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. സോ ഇത് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. എനിക്കും ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. സാറിന്റെ ചില സ്ഥലത്ത് സാർ വളരെ സ്പെസിഫിക് ആണ്, എനിക്ക് ഇത് തന്നെയാണ് വേണ്ടതെന്ന് പറയുന്ന ചില മേക്കിംഗ് ഉണ്ട്. ഇപ്പൊ ഈ പടത്തിന്റെ മേക്കിംഗിൽ വളരെ ഡിഫറെന്റ്ലി ഫ്ലെക്സിബിൾ ആയിരുന്നു. ലൈക്ക് നിങ്ങൾ എന്താ ഇതിൽ കൺസീവ് ചെയ്തിരിക്കുന്നത്, ആദ്യം അതൊന്ന് ചെയ്ത് കാണിക്കൂ, എന്നിട്ട് വിൽ ഡിസ്കസ് ഫ്രോം ദെയർ എന്നൊക്കെ പറഞ്ഞ ടോട്ടലി ഡിഫറെന്റ് സ്റ്റൈലായിരുന്നു. ഇതുവരെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തത് അങ്ങനെയല്ല. ഇപ്പൊ കുഴിയുടെ സമയത്ത് ഭയങ്കര ഫണ്ണായിരുന്നു, ഭയങ്കര അത് ബേസിലും എല്ലാവരും കൂടെ ഇട്ട് ഒരു കോമഡി രീതിയിലാണ് നമ്മൾ അത് ചെയ്തു പോയത്. ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിരുന്നു. സോ ഐ തിങ്ക് എനിക്ക് വളരെ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു വലതുവശത്തെ കള്ളനിലെ മേക്കിംഗ് സ്റ്റൈലും അതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും എല്ലാവരുടെയും കോഓപ്പറേഷനും ഒരു ടീം എഫേർട്ടും ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ബിജു മേനോൻ ആൻഡ് ജോജു ആ കോമ്പിനേഷൻ്റെ ഒരു ഇത് ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും നമ്മുടെ മൈൻഡിലുണ്ടല്ലോ, അപ്പം അതും പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ ലിയോണ ഈ സിനിമയിൽ ബിജു മേനോൻ്റെ കൂടെയാണ് കൂടുതലുള്ളതെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ബിജു? അദ്ദേഹത്തിന്റെ കൂടെ ഫസ്റ്റ് ടൈം ആണല്ലോ വർക്ക് ചെയ്യുന്നത്. ബിജുചേട്ടൻ പാവം, അധികം അങ്ങനെ ഒന്നാമത് നൈറ്റ് ഷൂട്ട് ആയതുകൊണ്ട് ആർക്കും വലിയ മറ്റേ അതായിരുന്നു മൂഡ്. അപ്പൊ പിന്നെ ഈ റൂമിന്റെ ഉള്ളിൽ തന്നെ ഉള്ള ഹോളിക്സ് കുടിക്കാൻ മാത്രമാണ് എന്നിട്ട് അടുത്ത ദിവസം വയറിളക്കി കിടക്കും, ഇങ്ങനെയായിരുന്നു. പക്ഷെ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ആ അറ്റ്മോസ്ഫിയർ അങ്ങനെയായിരുന്നു. നമുക്ക് മോസ്റ്റ്ലി ഉണ്ടായിരുന്ന സീൻസ് ഒരു റൂമിൽ തന്നെയായിരുന്നു. ആൻഡ് ഫോർ ഡേയ്സ് ഒരു റൂമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ആർക്കും വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ബിജുചേട്ടൻ ഇസ് എ വെരി സ്വീറ്റ് പേഴ്സൺ. നൈറ്റ് ഷൂട്ട് ആയതുകൊണ്ട് ഇന്ററാക്ഷൻസ് ഒക്കെ എല്ലാവരും പൊതുവെ കുറവായിരുന്നു. കിട്ടുന്ന സമയം വേണമെങ്കിൽ കിടന്ന് ഉറങ്ങാം, അങ്ങനെയായിരുന്നു. ഈ ഗൂഗിളിലേക്ക് വരുമ്പോൾ ഗൂഗിള് ഈ സിനിമ ആടുജീവിതം കഴിഞ്ഞാൽ ഇത് ചെയ്യണം. അപ്പോൾ ജിത്തു ജോസഫ് എന്നുള്ളൊരു ഡയറക്ടറിന്റെ പേര് അത് കണ്ടിട്ടാണോ ഈ സിനിമയിൽ കയറിയത്, അതോ എന്താണ് ഈ സിനിമയിലേക്ക് ഗൂഗിളിനെ ഹുക്ക് ചെയ്തത്? എല്ലാം അട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കഥയാണെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു ക്രൈം ഡ്രാമയാണല്ലോ. അപ്പൊ അതിന്റെ കുറെ ഇമോഷൻസും സംഭവങ്ങളും എല്ലാം വായിക്കുമ്പോഴും പിന്നെ സാറിനെ പോലുള്ള ഒരു ലെജൻഡറി ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യണമെന്നുള്ളത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ ഡിറ്റക്റ്റീവ് കണ്ടിട്ട്
ഞാൻ ഉറങ്ങാണ്ട് വന്നിട്ടുണ്ട് കുറച്ച് ദിവസം. ആരെങ്കിലും എന്റെ വായിൽ വല്ല വിഷയങ്ങാനും കൊണ്ട് അത് കുറെ പേർക്ക് പേടിയാണ്. അത്രയ്ക്ക് ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള കുറെ സിനിമകൾ ചെയ്ത ഡയറക്ടറാണ് സാർ. അപ്പോൾ സാറിന്റെ കൂടെ വർക്ക് ചെയ്യാന്നുള്ളതും എനിക്കൊരു ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഫാക്ടേഴ്സ് ആണ്. സാർ ഈ നേര് സിനിമയിലെ മോഹൻലാലിന്റെ ക്യാരക്ടർ വെച്ചിട്ട് വേറൊരു സിനിമ വരുന്നുണ്ട് എന്ന് ഇങ്ങനെ ഒരു സാർ പറഞ്ഞിരുന്നു. അങ്ങനെയല്ല, ആ ക്യാരക്ടറിനെ നമുക്ക് ഫർദർ വേണേൽ കണ്ടിന്യൂ ചെയ്യാവുന്ന ചെയ്യാൻ രീതിയിലുള്ള ദൃശ്യം പോലെയല്ല, ദൃശ്യത്തിനകത്ത് ആ കഥ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണല്ലോ. നമ്മളതിനൊരു വേർഡ് പറയല്ലോ ഇംഗ്ലീഷിൽ, സ്പിൻ ഓഫ്. ക്യാരക്ടർ സ്പിൻ ഓഫ്. അത് ചെയ്യാൻ പറ്റുന്ന സാധ്യതയുള്ളതാണ്. അതിന് അതിൻ്റെ റൈറ്റർ ശാന്തിമായ ഇതിനെ തീരുമാനിക്കണം. അപ്പോൾ പുള്ളിക്കാരത്തി ഇടയ്ക്ക് വരണം. കാരണം പുള്ളിക്കാരത്തി കോടതിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ഒത്തിരി അങ്ങനത്തെ കേസുകളും ഇതുവരെ. പക്ഷെ പുള്ളിക്കാരത്തി ഇപ്പോൾ വേറെ എനിക്ക് വേണ്ടിയിട്ട് വേറെ 1-2 സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് വി ആർ ഡൂയിങ് എ തെലുങ്കു ഫിലിം. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട്, പക്ഷെ പാരലലി പുള്ളി പറഞ്ഞൊരു 1-2 സാധനം എന്നോട് പറഞ്ഞു. അപ്പോൾ മിക്കവാറും ചിലപ്പം സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. കാരണം അതിനുള്ള സ്കോപ്പ് ഉണ്ട് അതിന്. അതാ ഈ സാർ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ പല ഭാഷകളിൽ സംവിധാനം ചെയ്തു. ഹിന്ദി, തമിഴ്, മലയാളം, അങ്ങനെ പല ഭാഷ. അപ്പോൾ തെലുങ്കു. ഇപ്പോൾ ഹിന്ദി സിനിമ ചെയ്യുമ്പോൾ ബോഡി എന്ന് പറയുന്ന സിനിമ ചെയ്തു. അപ്പോൾ അതല്ലാതെ ഹിന്ദിയിൽ വേറെ റോണർ ടൈപ്പ് സിനിമകൾ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്. ഒന്നാമത് ബോഡി ഞാൻ ചെയ്യരുതായിരുന്നു. അത് ഒരു റീമേക്ക് വന്ന ഒരു ഇത് എനിക്കെന്താണ്, എൻ്റെ തന്നെ റീമേക്ക് ചെയ്യുന്നത് ബോറടിയാണ്. അപ്പം ഈ റീമേക്ക് ചെയ്യുന്ന ഒരു സുഖമല്ല. പിന്നെ അതുമല്ല, അതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു ഫ്രഷ് സബ്ജക്റ്റുമായിട്ട് ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒത്തിരി വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. ആർട്ടിസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് അവരുടെ ക്യാരക്ടറൈസേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഞാൻ ഈ അടുത്തൊരാളെ പോയി മീറ്റ് ചെയ്തു. അത് ചെയ്തു വളരെ സെൻസിബിളായിട്ട് പുള്ളി നല്ല രീതിയിൽ എന്നോട് ഇത് ചെയ്തു. ആൻഡ് വി ഹാവ് സൈൻഡ് 1 പ്രൊജക്റ്റ്. അത് ഫൈനലൈസ് ചെയ്തിട്ടില്ല. എൻ്റെ ഉണ്ടാവും, ഒരു പ്രൊജക്റ്റ് ഉണ്ടാവും. നമ്മുടെ 12th ഫെയിലിൻ്റെ ഞാൻ പേര് പറഞ്ഞു, വിക്രം മാസി ആയിട്ടൊരു പ്രൊജക്റ്റ് ഉണ്ട്. അതിൻ്റെ ഡിസ്കഷൻ നടക്കുകയാണ്. എൻ്റെ മെറ്റീം പുള്ളി ഇതേപോലെയാണ്, നല്ല സബ്ജക്റ്റുകൾ, നല്ല ക്യാരക്ടർ. കാരണം പുള്ളി ചെയ്ത സിനിമകൾ നോക്കിയാൽ. അപ്പോൾ അദ്ദേഹമായിട്ടൊരു സിനിമ ചെയ്യുന്നുണ്ട്. എനിക്കൊരു ഇഷ്ടംമാതിരി, എനിക്ക് ഏറ്റവും കൂടുതൽ ഓഫേഴ്സ് വന്നത് ഹിന്ദിയിൽ നിന്നും തെലുങ്കുവിൽ നിന്നും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ കുഴപ്പമെന്ന് വെച്ചാൽ അവരുദ്ദേശിക്കുന്ന രീതിയിൽ എനിക്കാകാൻ പറ്റുന്നില്ല. എൻ്റെ രീതിയിലുള്ള സബ്ജക്റ്റിലേക്ക് അവർ വരണം. കാരണം ചില ക്യാരക്ടറൈസേഷൻ ചെല്ലുമ്പോൾ ദേ ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. അവർ ലാർജർ ദാൻ ലൈഫ് അങ്ങനത്തെ. അപ്പോൾ ഞാൻ അങ്ങനത്തെ സിനിമകൾ അധികം ചെയ്തിട്ടില്ലാത്തതുകൊണ്ട്, എന്നാൽ എനിക്കൊരു മാസ് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് ഞാൻ നോട്ടായിട്ടിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ വിക്രം മാസി ആയിട്ടൊരു പ്രൊജക്റ്റ് ഉണ്ട്. പിന്നെ ഞാനൊരു തെലുങ്ക് സിനിമ ചെയ്യുന്നു. ഈ സാറിന്റെ പഴയ സിനിമകളെ പറ്റി പറഞ്ഞു, ലൈഫ് ഓഫ് ജൂസൂട്ടി. അപ്പൊ അതുപോലെ ആൾക്കാർ ഇപ്പോൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നു മൈബോസ് പോലൊരു സിനിമ. അങ്ങനെ ഒരു സിനിമകളൊക്കെ ഒരുപാട് പ്രതീക്ഷിക്കുന്നു. ഒരു ഭയങ്കര സ്ലാപ്സ്റ്റിക് ജോക്ക് പരിപാടി. അല്ല, എനിക്ക് പ്രശ്നം വെച്ചാൽ അങ്ങനെയാണ് ഞാൻ ഇത് ചെയ്തത്, നുണക്കുഴി ചെയ്തത്. മൈബോസ് എന്ന് പറയുന്ന അതിനകത്ത് ഇപ്പം നമുക്ക് അങ്ങനെ വലിയൊരു ക്രെഡിറ്റ് എടുക്കാനൊന്നുമില്ല. അത് ടോട്ടലി ഒരു ഇൻസ്പയർഡ് സിനിമയാണ്. കാരണം ഞാൻ അത് സിനിമയുടെ റിലീസിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ഇതിങ്ങനെയാണെന്ന്. അപ്പം നമ്മളൊരു നല്ലൊരു സ്ക്രിപ്റ്റ്, ഏറ്റവും ബുദ്ധിമുട്ട് എന്താണെന്നറിയോ, ആൾക്കാരെ ചിരിപ്പിക്കാനാണ്. അത് വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബാക്ക് ഫയർ ചെയ്യും. ത്രില്ലറും ആക്ഷൻ്റെ ഒക്കെ ഒരു ഗുണം വെച്ചാൽ കുറെ ഷോട്ടുകൾ എടുത്ത് മ്യൂസിക് ഇട്ട് വേരട്ടി ആൾക്കാരുടെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാം. പക്ഷെ ആൾക്കാർ ചിരിക്കണമെങ്കിൽ നല്ല കറക്റ്റ് സിറ്റുവേഷൻ, കറക്റ്റ് ടൈമിങ്, കറക്റ്റ് മോഡുലേഷൻ, പെർഫോമൻസ് ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മളൊരു ഹ്യൂമർ സിനിമ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യണം. പക്ഷേ പിന്നെ കുറെ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ്, ഞാൻ നുണക്കുഴി ചെയ്ത് കഴിഞ്ഞപ്പം ഒരു പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, അത് പണ്ടും വേറെ പയ്യൻ വിളിച്ചു, ചേട്ടൻ എന്തിനാ ഇങ്ങനത്തെ പടമൊക്കെ ചെയ്യുന്നത്, ചേട്ടൻ വല്ല ത്രില്ലർ സിനിമ ചെയ്താൽ പറയുന്നത്. ഞാൻ പറഞ്ഞു, മോനെ ഞാൻ ഇനി ഇങ്ങനത്തെ സിനിമ ചെയ്യും, എൻ്റെ ഇങ്ങനത്തെ സിനിമയാകുമ്പോൾ മോൻ തിയേറ്ററിൻ്റെ ആ ഏരിയയിലേക്ക് പോയിരുന്നു പറയും. കാരണം അവന് ഇഷ്ടമല്ല ഞാൻ അങ്ങനത്തെ പടം ചെയ്യുന്നത്. ചിലർക്ക് അങ്ങനെയുണ്ട്. പക്ഷെ എന്നോട് ഒരു ഡോക്ടറെ ഞാൻ മീറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, പുള്ളിയുടെ വീട്ടിലൊരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഡിസ്കഷൻ നുണക്കുഴിയായിരുന്നു. അപ്പോൾ അവിടെ അവരൊരു 7 പേര് സിനിമയ്ക്ക് കയറി ഒരു മോളിൽ, ഇവിടെ എറണാകുളത്ത് മോളിൽ. അപ്പോൾ അതിനകത്ത് ഇൻട്രോയിലായപ്പം 2 പേര് ഇറങ്ങി ഷോപ്പിങ്ങിനൊക്കെ പോയി. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല സിനിമ. ബാക്കി 5 പേര് അവിടെ ഇരുന്ന് സിനിമ കണ്ടു. അവരിറങ്ങി വന്നിട്ട് അവർ പറഞ്ഞു, അയ്യോ എന്ത് രസമായിരുന്നു എന്ന് പറഞ്ഞു. അതേപോലെ കാഴ്ചപ്പാടുകളാണ്, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ട്. ഇപ്പം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ ചിലർ മെമ്മറീസ് പറയും, ചിലർ ദൃശ്യം പറയും, ചിലർ മൈവോസ് പറയും, ലൈഫ് ഓഫ് ജൂസൂട്ടി. ചില അമ്മമാരോട് ചോദിച്ചാൽ പറയും മമ്മി ആൻഡ് മീ എന്ന്. മനസ്സിലായി, റിലേറ്റഡ്. എന്നാൽ ഒത്തിരി പേര് പറയുന്നു, അതുപോലെ പറയുന്ന ഒരു ഇതാണ്, പുറത്തൊക്കെ ഉള്ളവർ പറയുന്നതാണ് ലൈഫ് ഓഫ് ജൂസൂട്ടി.
ഇതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടിന്റെയാണ്. അപ്പൊ അത് നമുക്ക് എല്ലാവരും കൂടെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന സിനിമ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഏപ്രിൽ 2-ാം തീയതി ദൃശ്യം 3 റിലീസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഈ ഹിന്ദി ദൃശ്യം 3യും നമ്മുടെ മലയാളം ദൃശ്യം 3യും ഉള്ള പ്രശ്നം, ലൈക്ക് ഇപ്പോഴും ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഒരു കൺഫ്യൂഷൻ. ഏപ്രിൽ 2-നാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്, അവർ ഒക്ടോബർ 2-നാണ്. അവര് വന്ന് നമ്മുടെ സ്ക്രിപ്റ്റ് ഈ വാങ്ങിച്ചു. പനോരമ സ്റ്റുഡിയോസ് റൈറ്റ്സ് വാങ്ങി. അതെ, അതായത് അവര് വന്ന് നമ്മുടെ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പം അതിനകത്ത് ചില ഏരിയകൾ ഇപ്പൊ അതിനകത്ത് കുഴപ്പമെന്ന് വെച്ചാൽ അവർ ചെയ്തു വന്നൊരു രീതിയുണ്ട്, ഞങ്ങൾ ചെയ്തു വന്നൊരു രീതിയുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഒരു സോഷ്യൽ രീതികളും അവിടുത്തെ സോഷ്യൽ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ അവിടുത്തെ ഓഡിയൻസ് ടേസ്റ്റും ഇവിടുത്തെ ഓഡിയൻസ് കുറച്ച് വ്യത്യാസം. അപ്പം നമ്മുടെ ഇവിടെ ചെയ്ത ചില കാര്യങ്ങൾ അവിടുത്തെ അവർക്കത് സെറ്റ് ആവത്തില്ല. അപ്പം 1-ലും 2-ലും ഒക്കെ അവർ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി. അപ്പൊ ഇത് സിനിമ കണ്ടിട്ടില്ലല്ലോ അവർ മാറ്റുന്നത്, അവർ സ്ക്രിപ്റ്റ് വായിച്ചിട്ടാണ്. അപ്പൊ ആദ്യം അവർ ഒന്നിച്ച് റിലീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളും അതിങ്ങനെ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ പ്രശ്നങ്ങളും ഇതൊക്കെ പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു, അവർ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അവർ ഇത് പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒരു ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ. കാരണം ഇപ്പം നമ്മൾ റിലീസ് ചെയ്തിട്ട് റൈറ്റ് വിറ്റാലും അവർക്ക് അതിനകത്ത് മാറ്റങ്ങൾ വരുത്താനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ചേഞ്ചസ് അവർക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഇതായി. അങ്ങനെ നമ്മുടെ സ്ക്രിപ്റ്റൊക്കെ വായിച്ച് ഫൈനൽ ഇതായി. അപ്പം നമ്മൾ പ്രൊഡക്ഷനും ഒക്കെ ആയിട്ട് ഇറങ്ങി സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് അവർ വന്ന് ഫുൾ സിനിമ അങ്ങ് വാങ്ങിച്ചു. തിയേറ്ററിക്കൽ റൈറ്റ്സ് നമ്മുടെ കയ്യിലാണ്, ബാക്കി റീമേക്ക് റൈറ്റ്സ്. പക്ഷെ ഫുൾ സിനിമ അങ്ങ് അവർ വാങ്ങിച്ചു. അതായത് ഒരു അല്ല, മലയാളം ഷൂട്ട് തീരുന്നതിന് മുമ്പ് അവിടുത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞു. ഇല്ല, അവര് ഷൂട്ടിംഗ് തുടങ്ങിയുള്ളൂ ഡിസംബറിൽ. അപ്പൊ അവര് ഫുൾ റൈറ്റ് തിയേറ്ററിക്കൽ റൈറ്റ്സ് അങ്ങ് ആന്റണിയെ ഞെട്ടിക്കുന്ന ഒരു ഓഫർ വന്നു. എന്നോട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ പോയി. അതിന്റെ കാര്യങ്ങളെല്ലാം സോർട്ടാണ്, എല്ലാം സോർട്ടാണ്. നമ്മൾ ഏപ്രിൽ 2 റിലീസ് ചെയ്യും, അവർ ഒക്ടോബർ 2 റിലീസ് ചെയ്യും. ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആക്റ്റീവ് അല്ലെന്ന് ജിത്തു സാർ പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ ദിവസം ഈ റെഡിറ്റിൽ വലതുവശത്തെ കള്ളന്റെ ഒരു AMA ഒരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഒരുപാട് പേര് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എല്ലാത്തിനും കുത്തിരുന്ന് സാർ മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയാണ് ഈ റെഡിറ്റിൽ ഇങ്ങനെ ഒരു ഫോറം, അതിന്റെ ഒരു ഐഡിയ വന്നത് എങ്ങനെയാണ്? ബേസിക്കലി അത് എൻ്റെ ഐഡിയ ഒന്നുമില്ല. എൻ്റെ മോളപ്പം ഇപ്പം ഞങ്ങളുടെ എല്ലാ സിനിമകളും എൻ്റെ കമ്പനി എക്സിക്യൂട്ട് ചെയ്യുന്നത് ബെഡ് ടൈം സ്റ്റോറീസ് ആണ്. മോളാണ്, കെറ്റീനയാണ് അത് നോക്കുന്നത്. അപ്പം അതിൻ്റെ മാർക്കറ്റിങ്ങിലും പുള്ളിയുണ്ട്. അപ്പോൾ ആ മാർക്കറ്റിങ്ങിൽ അവരും കിങ് എന്ന് പറഞ്ഞ കമ്പനിയും. അപ്പോൾ അവരിങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് എൻ്റെ അടുത്ത് വരും. നമ്മളൊരു ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊഡ്യൂസർ പൈസ മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പടം മാർക്കറ്റ് ചെയ്യാൻ നമ്മൾ കൂടെ നിൽക്കണം. അതിനകത്ത് ചിലത് എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതാണെങ്കിലും ഞാൻ നിന്ന് കൊടുത്തേ പറ്റുള്ളൂ. കാരണം അത് എൻ്റെ കടമയാണ്. അത് ഞാൻ ആ മനുഷ്യനോട് കാണിക്കേണ്ട ഇതാണ്. അതുകൊണ്ട് ഈ പ്രൊമോഷൻ എനിക്കത് ഇഷ്ടമല്ല, എനിക്ക് ഈ പ്രൊമോഷൻ ഇഷ്ടമല്ല എന്ന് ഞാൻ പറയാൻ നിൽക്കാറില്ല. എനിക്ക് പറ്റുന്നതാണെങ്കിലും 2.5 മണിക്കൂർ ഇരുന്ന് അവിടെ ഇരുന്നുകൊണ്ട് അത് ഞാൻ പറയുന്നു, വേറൊരാൾ ടൈപ്പ് ചെയ്യുന്നു. കാരണം ഞാൻ അത്ര സ്പീഡിൽ ചെയ്യാൻ ഒന്നും അറിയില്ല. അപ്പം മോളെന്നോട് ചോദിച്ചു, ഡാഡി അത് ഓക്കെ ആണോ? ഞാൻ പറഞ്ഞു എനിക്ക് വലിയ രസമായിട്ടൊന്നും തോന്നുന്നില്ല, പക്ഷെ സിനിമയുടെ പ്രൊമോഷൻ അല്ലേ, ഞാൻ ഇരുന്ന് തരാം എന്ന് പറഞ്ഞു. ഇപ്പൊ 2 മണിക്കൂർ എന്ന് പറഞ്ഞു 2.5-2.25 മണിക്കൂർ ഇരുന്ന് ചെയ്തു. അപ്പോൾ അത് അപ്പോഴാണ് ഇങ്ങനെ റെഡിറ്റ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടെന്നും ഇതൊക്കെ ഞാൻ അറിയുന്നത്. അപ്പൊ AMA അപ്പൊ പറഞ്ഞു ഞാൻ അങ്ങനെ എപ്പോഴും ഞാൻ ചോദിച്ചു എത്ര പേര് ചെയ്തിട്ടുണ്ട്? അപ്പൊ ഒത്തിരി ഇങ്ങനെ കുറെ പേര് ചെയ്തിട്ടുണ്ട് ഇതാന്ന് പറഞ്ഞു. അപ്പൊ അതൊരു ഒത്തിരി പേര് ഫോളോ ചെയ്യുന്ന വലിയ പരിപാടിയാന്നാ പറഞ്ഞത്. ആയിക്കോട്ടെ. ഈ അതുപോലെ ഇപ്പോൾ ചില പോസ്റ്റുകളുടെ അടിയിൽ ഇപ്പോൾ ജിത്തു ജോസഫിന്റെ ഇൻസ്റ്റ എന്നുള്ള കമന്റും ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. ഒരു പസിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി ഹൂസ് ദ കില്ലർ എന്ന് പറഞ്ഞപ്പോൾ ജിത്തു ജോസഫ് എന്ന് ആരോ കമന്റ് ചെയ്തു. അപ്പൊ സാറ് കമന്റ് ഇട്ടിട്ടുണ്ട്, മറ്റേ ഒരു ഗിഫ് വെച്ചിട്ട് സത്യം സലീംകുമാറിന്റെ ഒരു രസം എന്നാന്നറിയോ, ഈ ഇത് നിങ്ങളെ റിപ്പോർട്ടർ ചാനൽ നിങ്ങളിടയ്ക്ക് ഞാനിതൊന്നും കാണുന്നില്ല. നിങ്ങളിടയ്ക്ക് ഹിന്ദി ദൃശ്യവും ഇത് എന്തോ ഇങ്ങനെ ന്യൂസ് വന്നു. അപ്പം കെറ്റീന വന്നിട്ട് പറഞ്ഞു ഡാഡി ഇങ്ങനെ വന്നു. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ഇത് അതിന് അവരങ്ങനെ ഇട്ട് നമ്മൾ അവരെ വേണം വിളിച്ച് പറയണോ, ഇത് അങ്ങനെയല്ല. അപ്പൊ ഡാഡി അല്ല ഇതിനകത്ത് ഫണ്ണായിട്ട് എടുക്കേ നമുക്ക് എപ്പോ എന്ന് പറയണ്ട. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ ഇട്ടു. അല്ല അതെ, കഴിഞ്ഞ വർഷം നമ്മൾ ദൃശ്യം 3 സാർ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു റിപ്പോർട്ട് പോലെ കൊടുത്തിരുന്നു. അപ്പൊ സാർ അതിന്റെ അടി എപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ സാർ കമന്റ് അങ്ങനെ എന്റെ കൊടുത്തു. അത് മോള് പറഞ്ഞു തന്നെ. അപ്പൊ എന്നോട് മോള് പറഞ്ഞു ഡാഡി ഇങ്ങനെ നമ്മളിങ്ങനെ അതിനെ ഫണ്ണായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മോളെ ഞാനിതൊന്നും ഫോളോ ചെയ്യാൻ. അപ്പൊ അവള് എപ്പോ എന്ന് പറഞ്ഞു. അപ്പൊ ഇതേപോലെയാണ് ഇവിടെ വന്നിട്ട് ജിത്തു ജോസഫ് കില്ലർ എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു നമുക്ക് എന്ത് റിയാക്ഷൻ. അപ്പൊ ഞാനും അവളോട് ഇന്ന് ഡിസ്കസ് ചെയ്തു എന്താ ചെയ്യാൻ. അപ്പൊ ഇങ്ങനെ സലീംകുമാർ റിയാക്ഷൻ സത്യം പരമാർത്ഥം എന്ന് പറഞ്ഞു അത് ഇട്ടു. അങ്ങനെ ഇട്ടു. അത് ഇതിനും ചെയ്തിട്ടുണ്ട്. നമ്മുടെ റെഡിറ്റിന്റെ അകത്ത് ഒരാളുടെ ഒരു ഇംഗ്ലീഷ് ഇത്
ഭയങ്കര സൈക്കോളജിക്കൽ ഇതൊക്കെയാണ്. എനിക്ക് ആ ക്വസ്റ്റ്യൻ പോലും മനസ്സിലാകുന്നില്ല. അപ്പൊ അതിനകത്ത് നമ്മുടെ ഇതില്ലേ പിന്നെ തനിക്ക് താനാണെന്ന് അല്ല, അന്നേരം മോഹൻലാലിന്റെ റിയാക്ഷൻ അല്ലേ ഇങ്ങനെ ലാലേട്ടന്റെ. അപ്പൊ അതിന്റെ ഇമോജി ഇട്ടു. അതിന് ഇതെല്ലാം മക്കളാണ് ഇത്. പിള്ളേര് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ സോഷ്യൽ മീഡിയ അതെ. പുറത്തുള്ള സംസാരം അല്ല എങ്ങനെയാ? അത് എനിക്കിപ്പോഴും ഞാൻ ഏത് കാറ്റഗറിയിലാണ് എനിക്കറിയില്ല. അപ്പൊ ഇവര് വന്ന് പറയും, അപ്പൊ ഇങ്ങനെ വന്ന് പറയുമ്പോൾ ഞാൻ കൂടെ നിൽക്കും. അപ്പൊ ബേസിക്കലി ഇപ്പൊ നമുക്ക് താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമുക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഞാൻ വിശ്വസിക്കുന്നത് ഒരു പൈസ മുടക്കി ഒരു പ്രൊഡ്യൂസർ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിന്റെ പ്രൊമോഷന് വേണ്ടി അത് ഇഷ്ടപ്പെട്ടാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ല നമ്മൾ നിന്ന് കൊടുക്കണം. അത് നമ്മൾ അവരോട് കാണിക്കേണ്ട ഒരു 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 ഇതാണ്. ഒരു എന്താ പറയുക, എന്നാ അതിന് പറയുന്ന വാക്ക്, ഇറ്റ് ഇസ് an obligation. ആക്ച്വലി ഇറ്റ്സ് ആൻ ഒബ്ലിഗേഷൻ. അപ്പൊ ഞാൻ അതിന് നിന്ന് കൊടുക്കുന്നു. അല്ലാതെ ഇപ്പൊ അത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. അതിനെക്കുറിച്ചൊന്നും വലിയ ധാരണ ഉണ്ടായിട്ടൊന്നും ഞാൻ ചേച്ചിയുടെ ഔട്ട് ഓഫ് സിനിമയാണ്. ചേച്ചിയുടെ ലൈഫിന്റെ പെർസ്പെക്റ്റീവ്സ് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് ആസ് ആൻ ആക്ടർ. അപ്പോൾ അത് ഒരു നോൺ ഫേസ് എന്ന സ്ഥിതിക്ക് ഒരുപാട് വിമർശനങ്ങളും നേരിട്ടിട്ടുണ്ട്, അല്ലാതെ അക്സെപ്റ്റൻസ് നേരിട്ടുണ്ട്. അപ്പോൾ ഒരു ആക്ട്രസ് എന്നല്ല നിലയിൽ അതൊരു ഗുണമാണോ, അത് ബാക്ക് ഫെയർ ചെയ്തിട്ടുണ്ടോ? ഒരു ബുക്ക് ഇപ്പോൾ എഴുതിണ്ടായി, ഓട്ടോബയോഗ്രഫി. സിനിമ എന്ന് പറയുന്ന മേഖലയെ ഒന്നും എഫക്റ്റ് ചെയ്യില്ല. ഇഫ് യു ആർ എൻ അക്സെപ്റ്റഡ് ആക്ടർ ബൈ ദ ഇൻഡസ്ട്രി ആൻഡ് ബൈ ഓഡിയൻസ്, അത് ഓൾറെഡി ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയതിനു ശേഷം ഞാൻ മറ്റേ ബുക്കും എൻ്റെ പേഴ്സണൽ വ്യൂസ് പ്രകടിപ്പിക്കാൻ വേണ്ടി പോയിട്ടുള്ളൂ. നമ്മുടെ പേഴ്സണൽ വ്യൂസ് സിനിമയ്ക്കെതിരെ അല്ലെങ്കിൽ സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ ആണെങ്കിൽ നമ്മളെ എഫക്റ്റ് ചെയ്യും. ഞാൻ പറയുന്ന സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ വിമൻസ് ഹെൽത്ത് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് എന്നുള്ള ടോപ്പിക്സ് ഒരു വിധത്തിലും എൻ്റെ സിനിമ കരിയറിനെയോ സിനിമയിലുള്ള പ്രവർത്തകരെയോ അല്ലെങ്കിൽ പ്രേക്ഷകരെയോ ആക്ടർ എന്ന നിലയ്ക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല. ഞാനൊരു ആക്ട്രസ് ആയിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ ഒരു തത്വങ്ങളും പറയുന്നില്ല, നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ. ഞാൻ ഇവിടുത്തെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. എന്നോട് എൻ്റെ ബുക്കിനെ കുറിച്ചോ എൻ്റെ സ്പിരിച്വാലിറ്റീനെ കുറിച്ചുള്ള വിശ്വാസങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചാൽ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും കിട്ടുക. അതാ ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഏത് ജോലിയാണോ ചെയ്യുന്നത് അതിൽ ഫോക്കസ്ഡ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു എൻ്റെ ഐ ബിലീവ് ദാറ്റ്സ് ഹൗ ഇറ്റ് ഷുഡ് ബി. അതായത് ഞാനിവിടെ കുക്ക് ചെയ്യാൻ വരുമ്പോൾ അടിച്ചു വരുന്ന കാര്യം പറയരുത്, അതുപോലത്തെ ഒരു കാര്യമേ ഉള്ളൂ. പക്ഷെ എന്നെ ഒരിക്കലും അത് മോശമായിട്ട് ബാധിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു കാര്യം, ഞാൻ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഒന്നും ചെയ്യുന്നത്. ഞാൻ എൻ്റെതായ ഒരു ലൈഫ് പേർപ്പസ് ആണെന്ന് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ 100% ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. സോ ഇംഗ്ലീഷ് ബുക്ക് ദ ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് ഇപ്പോൾ പെൻഗ്വിൻ്റെ 8th എഡിഷൻ പബ്ലിക്കേഷനിലാണ്. അപ്പോൾ 8th എഡിഷൻ ഇസ് ടിൽ 8 എഡിഷൻസ് വി ഹാവ് സോൾഡ് കോപ്പീസ്. DC ബുക്സ് മലയാളം ഇപ്പോൾ 12th എഡിഷനിലാണ്. സോ ആസ് എൻ ഓത്തർ ഇറ്റ് ഹാസ് വർക്ക്ഡ് ഔട്ട് വെരി നൈസ്ലി. അതെൻ്റെ ഒരു ലൈഫ് പർപ്പസ് ആണെന്ന് തോന്നിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ബിക്കോസ് 20-25 years or 30 years ഓഫ് സ്പിരിച്വൽ സെർച്ചിൻ്റെ എൻഡിൽ ഞാൻ പലപ്പോഴും ഈ പറഞ്ഞ ചോദ്യത്തിനെ പേടിച്ചിട്ടാണ്. ഞാനൊരു ആക്ടറാണ്, ഞാൻ ഇതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ എന്നെ എഫക്റ്റ് ചെയ്യില്ല എന്ന് എനിക്കിപ്പോൾ ഓൾറെഡി നന്നായിട്ട് അറിയാം. ബിക്കോസ് എല്ലാവരുമായിട്ട് വ്യക്തിപരമായിട്ട് അവർക്ക് അറിയാം ഓൾറെഡി. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സിനിമയിലുള്ളവർക്ക് പുതുമ ഉണ്ടായിരുന്നില്ല. എൻ്റെ കൂടെ ആക്ട് ചെയ്യുന്ന ഇപ്പോൾ അജു വർഗീസ് ഒക്കെ പറഞ്ഞു, നിങ്ങളിപ്പോഴല്ലേ കേൾക്കുന്നുള്ളൂ, നമ്മളിത് കേട്ടുകൊടുക്കിയിട്ട് കുറേയായി. അപ്പോൾ ആ പേടി ഉണ്ടായിരുന്നില്ല. പക്ഷെ പ്രേക്ഷകർ എങ്ങനെ എടുക്കും എന്നുള്ള പേടി ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഭാഗ്യത്തിന് ഇതൊക്കെ പ്രേക്ഷകർ ആദ്യം ഞെട്ടിയപ്പോൾ കൂടെ ഞാൻ ഞെട്ടേണ്ട വന്നില്ല. അപ്പോഴേക്കും എൻ്റെ ലൈഫ് തിരിഞ്ഞു. ഞാൻ കല്യാണം കഴിച്ചു, ഞാൻ അമേരിക്കയിൽ പോയി. തിരിച്ചു വന്നപ്പോഴേക്കും ആൾക്കാരൊക്കെ ഇപ്പം വലിയ കുഴപ്പമില്ലല്ലേ ചേച്ചി പറയുന്നതൊക്കെ ഞങ്ങൾക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ടെന്നാ പറയുന്നത്. അതെ അതെ. അപ്പോൾ മനസ്സിലായില്ലെങ്കിലും ഒരു 2 വർഷത്തെ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇപ്പം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു പോകുന്നു. ലിയോണയുടെ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു സിനിമ അല്ലാതെ ഈ ഡ്രാമ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. റോഷന്റെ ബൈപ്പാസിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സിനിമയും ഡ്രാമയും തമ്മിൽ എങ്ങനെയാണ് അത് രണ്ടും എങ്ങനെയാണ് ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന? സിനിമ ഇപ്പോൾ ഡ്രാമയിൽ ചെയ്യാൻ താല്പര്യമുണ്ടോ, അങ്ങനെ ചെയ്യുന്നതാണോ, അതോ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഇതിൽ പോകുന്നതാണോ? എന്നെ സിനിമയിൽ വന്ന പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും വാല്യൂബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് സിനിമയിൽ. ആൻഡ് അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് റോഷനും ദർശനും ഒക്കെ. ആൻഡ് they've been kind enough to introduce me to theatre. എനിക്ക് ആ ലോകമായിട്ട് പരിചയമൊന്നുമില്ല. അച്ഛൻ പണ്ട് ചെയ്തിരുന്നു എന്ന് കേട്ടിട്ടും കുറച്ച് കണ്ടിട്ടുണ്ട്, പക്ഷെ കൂടുതൽ കേട്ടിട്ടേ ഉള്ളൂ ഞാൻ അതിനെക്കുറിച്ച്. ആൻഡ് ദിസ് വേൾഡ് ഇസ് ന്യൂ ടു മീ.
സിനിമ എന്താണെന്നേ സിനിമയുടെ ഉള്ളിൽ വന്നിട്ട് ഇങ്ങനെ ഇവിടെ നീന്തി പഠിച്ചിട്ട് അങ്ങനെ ഐ എം സ്റ്റിൽ ഫിഗറിങ് ഔട്ട് എത്രത്തോളം ചെയ്യാൻ പറ്റും, എന്താണ് എൻ്റെ ഫോട്ടെ, ഹൗ മച്ച് ഡു ഐ എൻജോയ് ദ പീപ്പിൾ അറൗണ്ട്. അങ്ങനെ നമ്മുടെ പല with my health and with how do you feel physically, how do you feel mentally, ഇതൊക്കെ നമ്മുടെ അഭിനയത്തിനെ എങ്ങനെ ബാധിക്കുന്നു, അങ്ങനത്തെ ഇൻ ഡീറ്റെയിൽഡ് ഒക്കെ ആയിട്ട് ഇപ്പോഴാണ് ഞാനും ചിന്തിച്ചു തുടങ്ങിയത് അഭിനയത്തെക്കുറിച്ച്. പക്ഷെ നാടകത്തിൽ പോകുമ്പോഴാണ് നമുക്ക് ഒരു ക്യാരക്ടറിനെ ഇൻ ഡെപ്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും ഡെപ്ത് ഉണ്ടോ ഒരു ക്യാരക്ടർ എന്നൊക്കെ തോന്നുന്ന രീതിക്ക് നമ്മൾ, ബിക്കോസ് വി കീപ് വർക്കിംഗ് ഓൺ ദ സെയിം ക്യാരക്ടർ ഫോർ എ ഇയർ ഓർ സോ. അപ്പൊ എല്ലാ പ്രാവശ്യവും വേറൊരു തരത്തിലൊരു ഹെൽപ്പും കൂടെ ലൈക്ക് ഒരു സ്റ്റഡി. അതെ ആണ്. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ സമയം ചെലവഴിച്ച് ചെയ്ത ഒരു ക്യാരക്ടറാണ് അണലി എന്ന് പറയുന്ന വെബ് സീരീസിന് ചെയ്തത്, മിഥുൻ ചേട്ടന്റെ. അപ്പോൾ അണലിക്ക് മുന്നേ ഒരു ആക്ടിങ് ട്രെയിനർ വെച്ചിട്ട് നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാം ക്യാരക്ടർ, ഭയങ്കര ഇന്റൻസ് ക്യാരക്ടറാണ്, അപ്പൊ നമുക്ക് പറ്റുമല്ലോ എന്നൊന്നും അറിയില്ല എന്നൊക്കെയായിരുന്നു ആദ്യം ഡിസ്കഷൻ. ഇവൻച്വലി അതൊന്നും നടന്നില്ല. ഞാൻ തന്നെ എനിക്കറിയാവുന്ന രീതിക്ക് എനിക്കറിയാവുന്നതൊക്കെ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്, അങ്ങനെ ചെയ്ത ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ബൈ ബൈ ബൈപ്പാസിൽ ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിന് യു ഡോണ്ട് കൺസിഡർ ഇറ്റ് ടു ബി ഇന്റൻസ്. നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇന്റൻസ് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ടു ലൈക്ക് ഹാവ് സോ മെനി മൊമെന്റ്സ്. പക്ഷെ അതല്ല, എല്ലാ ക്യാരക്ടറിനും ഇന്റൻസ് ആക്കാം, നമുക്ക് എല്ലാ ക്യാരക്ടറിനും അതിന്റെ ഡെപ്തിലേക്ക് പോവാം എന്നൊക്കെ മനസ്സിലായത് തിയേറ്ററിൻ്റെ ഉള്ളിലാണ്. അവിടെ പോയിട്ട് നമ്മൾ ഒരു ക്യാരക്ടറിനെ പോളിഷ് ചെയ്ത് ഇറ്റ്സ് ലൈക്ക് യു ആർ ഫോഴ്സ്ഡ് ടു സീ ദാറ്റ് വേൾഡ്. നമ്മുടെ തോട്ട്സ് ഒക്കെ ഭയങ്കര ക്ലിയർ ആയിരിക്കും. ഒരു ഡയലോഗ് പറയുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നതെന്നുള്ളത് ക്ലിയർ ആയാൽ മാത്രമേ ഓഡിയൻസിന് കിട്ടുള്ളൂ. ആൻഡ് ഇത് ഓരോ പ്രാവശ്യം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ചിലർക്ക് അത് ബോറടിച്ചേക്കാം. എന്ന് വെച്ചാൽ സിനിമ എന്ന് പറഞ്ഞാൽ ഇത്രയല്ലേ ഉള്ളൂ, ആ സീൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട, ഡബിങ്ങിന് ആലോചിച്ചാൽ മതി. പക്ഷെ ഇതങ്ങനെയല്ല. എല്ലാ ഷോ വരുമ്പോഴും നമ്മൾ എല്ലാം വീണ്ടും അതിനെ ആലോചിച്ച് അതിൻ്റെ ഹൗ ടു മേക്ക് ഇറ്റ് ബെറ്റർ, ഹൗ ടു മേക്ക് ഇറ്റ് ലൈക്ക് യു ഡൂയിങ് ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം എന്നുള്ളത് ഭയങ്കര രസമുള്ളൊരു പ്രോസസ്സാണ്. ആൻഡ് അത് കാരണമാണ് അതിന് ഇത്ര ഇമ്പോർട്ടൻസ്. സോ യു അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എ ക്യാരക്ടർ ഇൻ ഡെപ്ത്. ഈ ലിയോണയുടെ ഇപ്പൊ ഏറ്റവും നല്ല വേഷം ഇപ്പൊ എല്ലാവരും എടുത്തു പറയുമ്പോൾ മായാനദിയിലെ സമീര എന്നുള്ള ക്യാരക്ടർ ഭയങ്കര ഒരുപാട് പ്രശംസ ലഭിച്ചൊരു ക്യാരക്ടറാണ്. അപ്പൊ അതുപോലെ ഇപ്പൊ ആൻമരിയ കലിപ്പിലാണ്. അപ്പോൾ ഇതിലൊക്കെ ഭയങ്കരമായിട്ട് ഫെമിലിയർ ആയി. പിന്നെ ഈ കിട്ടുന്ന ചാൻസുകൾ ഇപ്പോൾ കുറച്ച് ചെറിയ സിനിമകളിൽ ചെയ്തുള്ളൂ, അങ്ങനെ വലിയ സിനിമകൾ ചെയ്തില്ല. ഇപ്പോൾ മലയാള സിനിമയിൽ ഒരുപാട് നടിമാര് ലൈക്ക് എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, മലയാളത്തിൽ കുറച്ച് സിനിമകൾ കിട്ടും, അത് കഴിഞ്ഞ് പിന്നെ അന്യഭാഷയിലോട്ട് പോകും. അപ്പോൾ അങ്ങനെ ഒരു എന്താണ് ലിയോണോയുടെ അഭിപ്രായം എന്താണ് ആ ഒരു കാര്യത്തിൽ? അന്യഭാഷയിലോട്ട് പോയി കഴിഞ്ഞാൽ മലയാളി അന്യഭാഷയായാലും എവിടെയായാലും സിനിമ ചെയ്യണം എന്നുള്ളതാണല്ലോ മെയിൻലി. അഭിനയിച്ചാൽ മതി, അതില് അന്യഭാഷ ഇതൊന്നും അല്ല. ഇവിടെ ഇപ്പൊ 2-3 സിനിമകൾ അഭിനയിച്ചു കഴിഞ്ഞ് പിന്നെ ആ നടിയെ വിളിക്കുന്നില്ല, അവസരങ്ങൾ കിട്ടുന്നില്ല, അങ്ങനെ ഒരു. ഞാൻ അന്യഭാഷയിൽ അഭിനയിച്ചൊന്നും ഇറങ്ങിയിട്ടില്ല, സോ എനിക്ക് അതില് വലിയതൊന്നും തോന്നിയിട്ടില്ല. അവിടെ ഇതേപോലത്തെ ക്രൈറ്റീരിയാസ് ഉണ്ടല്ലോ. ഒരു സിനിമ നമ്മൾ അഭിനയിച്ച ഓഡിയൻസിലേക്ക് എത്തണമെങ്കിൽ അത് റിലീസ് ആവണം. അത് റിലീസായാൽ മാത്രമേ ആൾക്കാർ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞാലേ നമുക്ക് അടുത്ത സിനിമ കിട്ടുള്ളൂ. അത് ഐ ഹാവ് ഓൾവേസ് ബീൻ കംഫർട്ടബിൾ വിത്ത് മലയാളം ഇൻ ദാറ്റ് സെൻസ്. മറ്റത് ചെയ്യാൻ ആഗ്രഹമില്ലായ്മ ഒന്നുമില്ല, ഐ ക്യാൻ ട്രൈ. പക്ഷെ ഇപ്പോഴും പുതിയൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് എൻ്റർ ചെയ്യാൻ എനിക്ക് കുറച്ച് കൂടുതലാണ് ആ ബുദ്ധിമുട്ട്. അതിലേക്ക് ഇനി ഇവിടെ എത്തിയിട്ട് ഇവിടെ ഇരുന്നിട്ട് പഠിക്കാം നമുക്ക്, അത് കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണ് എനിക്ക്. ബട്ട് ഐ എം ഓപ്പൺ ടു എവറിഥിങ്. അത് അങ്ങനെ, പക്ഷെ അങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. ആൻഡ് എക്സ്പീരിയൻസ് അങ്ങനെ ഇപ്പോൾ തെലുങ്കിലോ തമിഴിലോ പോയിട്ട് മലയാളത്തിലേക്ക് തിരിച്ചു വന്ന എത്രയോ ആക്ടേഴ്സ് ഉണ്ട്. അവിടെയും ഇവിടെയും ചെയ്യുന്ന ആക്ടേഴ്സ് കുറെ പേരുണ്ട്. ഇവിടെ തീരെ വരാത്ത ആക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ പലതും ഉണ്ട്. അത് അവരുടെ പേഴ്സണൽ ക്രൈറ്റീരിയാസ് ആയിരിക്കും. അവർക്ക് ഇന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഒരു സിനിമ ചെയ്യണമെങ്കിൽ എനിക്ക് ഇത്ര ബീറ്റ് റെമ്യൂണറേഷൻ, ബീറ്റ് ക്യാരക്ടറൈസേഷൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അതിൽ എല്ലാം ഫുൾഫിൽ ആയാലേ അവർ ചെയ്യുള്ളൂ എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരുണ്ടാവും. ചിലര് ജസ്റ്റ് ഫോർ ദ ജോയ് ഓഫ് ഇറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ചിലര് ഈ ടീമിന് വേണ്ടി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. സോ ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദം. ഈ ആൻമരിയയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ ദുരന്തർ സിനിമയിൽ സാറാ അർജുൻ
ഒരു അതെ അതെ എന്റെ മോള് വലുതായി നായികയായി. മോളായിട്ട് ചെയ്ത ആളിപ്പോ നടിയെ വലിയ റൺവീർ സിംഗിന്റെ ഒപ്പം അഭിനയിച്ചു. കോണ്ടാക്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പിന്നെ ആ സിനിമ കഴിഞ്ഞ ശേഷം? ഇല്ല, കോണ്ടാക്ട് അങ്ങനെ ഇല്ല. എനിക്ക് സാറപ്പൊ ഭയങ്കര സാറയ്ക്ക് 10 വയസ്സൊന്നും ആയിരുന്നു. അൻമരിയ ഇപ്പൊ ആ കുട്ടിക്ക് 18 വയസ്സോ അത്ര ഉണ്ടാവുള്ളൂ. അപ്പോ ഇല്ല, എനിക്ക് അങ്ങനെ കോണ്ടാക്ട് ഒന്നുമില്ല. ഐ ഹാവ് ഹെർ മോംസ് നമ്പർ സ്റ്റിൽ. അങ്ങനെ ഗൂഗിളിലോട്ട് ഞാൻ ചോദിക്കുവാണെങ്കിൽ ഇപ്പോൾ ആടുജീവിതത്തിന് നാഷണൽ അവാർഡിൽ ഒരു പ്രത്യേക ഒരു പ്രശംസ കിട്ടിയില്ല. അപ്പോൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത സിനിമയാണ്. അപ്പോൾ അത് കിട്ടാതെ വന്നതിലുള്ളൊരു എന്താണ് ഗൂഗിളിന് എന്താണ് ഇതിൽ പറയാനുള്ളത്? കിട്ടാതെ വന്നത് ഐ തിങ്ക് ഇത് ജൂറിയുടെ തീരുമാനമാണല്ലോ. ഐ തിങ്ക് മാറ്റർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാം. മാറ്റർ ചെയ്യുന്നത് ജനങ്ങളുടെ മനസ്സിൽ ഈ സിനിമ എത്തിയെന്നുള്ളത്. ആ സിനിമ ഒരുപാട് ജനങ്ങൾ കണ്ടു. അവരുടെയൊക്കെ മനസ്സിൽ നജീബും ഉണ്ട്, ഹക്കീമും ഉണ്ട്, ആ മരുഭൂമി ഉണ്ട്, ആ സിനിമ മൊത്താകെ ഉണ്ട്. അതാണ് ആക്ച്വലി മാറ്റർ ചെയ്യുന്നത്. അതായിരിക്കും നമ്മളെ ടീമിന് മൊത്തത്തിൽ കിട്ടുന്ന ഒരു അവാർഡ് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത്. അത് സിനിമ ഇറങ്ങിയ സമയത്ത് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു. അതിൽ നമ്മൾ അറ്റ്മോസ്റ്റ് ഹാപ്പിയാണ്. സോ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാറ്റർ ചെയ്യുന്നത്. ഇനി അടുത്ത പ്രോജക്റ്റുകൾ ഇപ്പോൾ ഏതൊക്കെയാണ്? ഇപ്പോൾ 2-3 പ്രൊജക്റ്റുകൾ ഉണ്ട്. പക്ഷെ അത് ഐ തിങ്ക് ഡയറക്ടേഴ്സ് ആണല്ലോ അതിന്റെ ഒഫീഷ്യലി അനൗൺസ് ചെയ്യേണ്ടത്. അപ്പം അത് അവരുടെ കയ്യിലേക്ക് നമ്മൾ വിട്ടുകൊടുത്തു. ആൻഡ് ബൈ ദ വേ ബൈ ബൈ ബൈപാസ് അടിപൊളിയാണ്. അന്ന് വന്ന് കണ്ടപ്പോ തിയേറ്റർ, ഞാൻ പണ്ട് തിയേറ്ററൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോ അത് ഒരു വേറൊരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഒരു ബൈ ബൈ ബൈപാസ് എന്ന് പറഞ്ഞൊരു തിയേറ്റർ അടിപൊളിയായിട്ടുണ്ട്. അതൊരു 2.5 മണിക്കൂർ ഇരുന്ന് ചിരിക്കാം, കുറെ ചിന്തിക്കാം. സാറിനോട് ചോദിക്കുന്നത്, ഇപ്പോ 2013 മെമ്മറീസ് വന്നു, അതിനൊപ്പം ദൃശ്യം ഇറങ്ങി, ഞെട്ടിച്ചു. ഇപ്രാവശ്യം വലതുവശത്തേക്കുള്ള 2-ാം തീയതി ദൃശ്യം ഇറങ്ങി. ആ ഒരു സംഭവം റിപ്പീറ്റ് ചെയ്യൂ, പ്രശ്നം ഞെട്ടിക്കൂ? എന്തായാലും നമുക്ക് വി ഹോപ്പ് ഹിസ്റ്ററി റിപ്പീറ്റ്സ്. സംഭവിക്കട്ടെ. നമ്മളിപ്പോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇതൊന്നും അല്ല. ഇതിപ്പോ ഇവിടെ എല്ലാരും ഇത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോരുത്തർ എഴുതുമ്പോഴോ ഓരോരുത്തർ ഇതിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴോ നമ്മൾ അങ്ങനെയാണല്ലോ. ഞാനും പെട്ടെന്ന് ചിന്തിച്ചപ്പം പ്രത്യേകിച്ച് ആൾക്കാർക്ക് ഈ നൈറ്റും ഇതും അതിന്റെ ഒരു മൂഡുണ്ടല്ലോ, മെമ്മറീസിന്റെ ഒരു മൂഡില്ല നിൽക്കുന്നത്. പക്ഷെ കഥാപരമായ ഇതൊക്കെ വേറെ രീതിയിലുള്ള സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ആൾക്കാർ അങ്ങനെ കണക്ട് ചെയ്തതാണ്. അപ്പം അത് എനിക്കറിയില്ല. ഞാൻ അങ്ങനത്തെ ഇതിലൊന്നും വിശ്വസിക്കുന്ന ഒരാളൊന്നുമല്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മൾ അതിന് ഗുണം കിട്ടും. ചില സമയത്ത് എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ഗുണം കിട്ടാതെയും പോകാറുണ്ട്. ഓക്കെ, അതങ്ങനെ ഒരു സാഹചര്യം. അതുപോലെ ആ സമയത്ത് ചോദിക്കാൻ പറ്റിയ മിറാഷിന്റെ ഒരു പ്രശ്നം, ഈ ട്വിസ്റ്റുകൾ ഒരുപാട് വന്നു, ആൾക്കാർ ഒരുപാട് വിമർശനം വന്നു. അതിന് സാർ എങ്ങനെയാണ് ഇപ്പോൾ? അല്ല, അതല്ല ഞാൻ പറഞ്ഞ, ചിലത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ആദ്യത്തെ മിറാഷിലെ ഒറിജിനൽ ട്വിസ്റ്റ് എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നത് ക്ലൈമാക്സിലെ ആസിഫിന്റെ ആ ഒരു ഇതാണ്. ബാക്കിയെല്ലാം മിറാഷ് എഫക്റ്റ് ആണത്. ഓക്കെ, മിറാഷ് എന്താണ്, നമ്മളൊരു ക്യാരക്ടറിലേക്ക് ചെല്ലുമ്പോൾ ആ ക്യാരക്ടർ അതല്ലാതായി മാറുക. അതിനകത്ത് SP-യുടെ ക്യാരക്ടർ ഭയങ്കര ആൾക്കാർ നെഗറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അയാൾ പോസിറ്റീവ്. അതിനകത്ത് ആകെപ്പാടെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് അതേ ഉള്ളൂ. ആ സിനിമയുടെ പ്രശ്നം അതല്ല, അതിനകത്തൊരു ഇമോഷന്റെ മിസ്സിങ് ഉണ്ട്. അപ്പൊ അന്ന് ആ റൈറ്റർ ആ കഥ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞ നറേറ്റീവ് അതാണ്. അല്ലെങ്കിൽ നമ്മൾ അപർണയുടെ കഥയിൽ നിന്ന് തുടങ്ങി അപർണേനെ നമ്മൾ ഓപ്പണായിട്ട് കാണിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു രീതിയിലും വേണം വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ ഈ മിറാഷ് എഫക്റ്റ് നമ്മൾ പെട്ടെന്ന് എക്സൈറ്റഡ് ആയത് അതായിരുന്നു. മിറാഷ് എല്ലാ മനുഷ്യരിലും ഉണ്ടല്ലോ, അടുത്തേക്ക് ചെല്ലുമ്പോൾ അയാൾ വേറൊരാളായി മാറുന്നു, അല്ലെങ്കിൽ വേറൊരു സ്വഭാവമായി മാറുന്നു. അതാണ് നമ്മൾ കൊടുത്തത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടർ ഇതല്ല, അവൻ ഇങ്ങനെയായിരുന്നു. പക്ഷെ അതെല്ലാം ട്വിസ്റ്റായി മാറി. മനസ്സിലായോ? ഞാൻ ചെയ്തുകൊണ്ടാണ്. ചിലപ്പോൾ വേറൊരാൾ ചെയ്തായിരുന്നു ചിലപ്പോൾ അങ്ങനെ വരില്ല. അപ്പം നമ്മൾ ഉദ്ദേശിച്ചത് ആൾക്കാർക്ക് കിട്ടിയില്ല. അത് ചിലപ്പോൾ ഞങ്ങളുടെ കുഴപ്പമായിരിക്കാം, ഞങ്ങളത് ചെയ്ത രീതിയുടെ കുഴപ്പമായിരിക്കാം. അതുകൊണ്ട് നമ്മളിപ്പോൾ അവരെയും കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല ഇതില്ല. പക്ഷെ അത് ശരിക്കും ട്വിസ്റ്റായിട്ടില്ല, നമ്മൾ മിറാഷ് എഫക്റ്റ്. അതുകൊണ്ടാണ് സിനിമയ്ക്ക് മിറാഷ് എന്നുള്ള പേരിട്ടത്. പിന്നെ അതാ പറഞ്ഞ ചില അറ്റംപ്റ്റ്സ് ഇതാവും, പക്ഷെ അതിനകത്ത് തന്നെ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട്. ഇതേ പറഞ്ഞ അതൊരു മിക്സ്ഡ് ഒപ്പീനിയൻ ചില സിനിമയ്ക്ക് വരും, ചിലതിന് ആൾക്കാർക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ. ഇപ്പൊ അതേപോലെ ദൃശ്യം കഴിഞ്ഞപ്പം ലൈഫ് ഓഫ് ജോസൂട്ടി ചെയ്തു. അന്നൊക്കെ എന്തായിരുന്നു ആൾക്കാർ. ഇപ്പൊ ഒത്തിരി പേര് പറയുന്നുണ്ട് അയ്യോ നല്ല രസമാണ്, നല്ല സിനിമയാണ്. ഓരോരുത്തർക്കും ഇറങ്ങുന്നതിന് മുമ്പ് പോസ്റ്ററിൽ എനിക്കൊന്നും നിങ്ങൾ കൊടുത്തിരുന്നു, ട്വിസ്റ്റ് ഇല്ല, സസ്പെൻസ് ഇല്ല, ലൈഫ് മാത്രം. എന്നിട്ട് പോലും പ്രതീക്ഷിച്ചിരുന്നു സാറിന്റെ പടമല്ലേ എന്ന് പറഞ്ഞവരുണ്ട്. ഇതൊക്കെ നമ്മൾ ഇപ്പൊ ഒരു ഫോർമുല ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ സിനിമയും നമുക്കിവിടെ ഹിറ്റാക്കാറുണ്ട്. ഇത് അങ്ങനെയില്ല. നമ്മൾ ഇപ്പൊ ഈ കഥ
ഈ സ്ക്രിപ്റ്റ് ഇപ്പം ഡിനു ഇതിൻ്റെ റൈറ്റർ ഡിനു ആ ചെയ്യുന്നെങ്കിൽ അത് ചിലപ്പോൾ ഇത് വേറൊരു ഫോമിലായിരിക്കും വരുന്നത്. അപ്പോൾ ഒരു സീൻ എടുത്തിട്ട് 10 സംവിധായകരെ കൊടുത്തിട്ട് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ അത് 10 രീതിയിലായിരിക്കും. അത് ഓരോരുത്തരും ഓരോ രീതിയിൽ കൺസീവ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് ഓർഗാനിക് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു മേക്കിങ്ങാണ് ഞാൻ എപ്പോഴും ഒരു കഥയോട് അപ്രോച്ച് ചെയ്യുന്നത്. ഞാനെപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ ഒരു നല്ല ആക്ഷൻ മാസ് സിനിമ ചെയ്യുന്ന ഒരു ഡയറക്ടറെ കൊടുത്താൽ ഇതിൻ്റെ രൂപവും ഭാവവും ഒക്കെ ചിലപ്പോൾ അങ്ങ് മാറും. കഥ ഇത് തന്നെയായിരിക്കും, രൂപവും ഭാവവും ഒക്കെ മാറും. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാട്, അത് ഓഡിയൻസിന് ഏത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. ഏപ്രിൽ 2-ാം തീയതി ദൃശ്യം 3 റിലീസാവുകയാണ്. അതിപ്പോ എന്താ പ്രതീക്ഷിക്കുക നമുക്ക്? ഈ പറഞ്ഞ പോലെ വലിയ പ്രതീക്ഷയായിട്ടൊന്നും പറയണ്ട. ഒരു നല്ല സിനിമ കാണാനായിട്ട് വരിക. ഒരു കുടുംബചിത്രം ഫസ്റ്റും സെക്കൻഡിന്റെയും ആ വലിയ പരിപാടികളൊക്കെ അങ്ങ് മറന്നിട്ട് ആ കുടുംബത്തിന്റെ ഒരു ഇതിലങ്ങ് വരിക. അപ്പൊ ആ കുടുംബത്തിൽ ഇനി എന്ത് സംഭവിക്കുന്നു മനസ്സിലായി എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഭയങ്കര ജഗമുഖ ആണെന്ന് നമ്മൾ അവകാശപ്പെടുന്നുമില്ല. അങ്ങനെ പ്രതീക്ഷ വരികയും ചെയ്യരുത്. കാരണം അത് തന്നെ വലിയൊരു പ്രശ്നമായിരുന്നു. തുടക്കം തൊട്ടേ ത്രില്ലർ എന്ന് പറഞ്ഞു ഞാനതൊരു ബേസിക്കലി ഒരു ഫാമിലി ഡ്രാമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അതിന് പുതിയൊരു ഇത് വന്നു, ഫാമിലി ത്രില്ലർ. ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ നമ്മൾ തർക്കിക്കാനൊന്നുമില്ല. നമ്മളിങ്ങനെ പറയുന്നു, അപ്പം പ്രേക്ഷകർ പറഞ്ഞു അങ്ങനെയല്ല ആയിക്കോട്ടെ. ഈ പാക്കപ്പ് വീഡിയോയില് ലാലേട്ടന്റെ ഒരു വിഷൻ ഉണ്ടായിരുന്നു. ലാലേട്ടൻ വന്നിട്ട് ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നത്. ഇപ്പൊ സാർ പെട്ടെന്ന് ഓക്കെ ആണെന്ന് പറയുമ്പോഴത്തേക്കും ലാലേട്ടൻ പെട്ടെന്ന് ഞെട്ടുന്ന കൈ അടിച്ചിട്ട് ഞാൻ കൈ അടിക്കുക എന്ന് പറയുമ്പോ ഒരു ക്യാരക്ടറെ ഒരു ഇത് കഴിഞ്ഞിട്ട് കൈ അടിക്കുക എന്ന് പറയുമ്പോ ആ ക്യാരക്ടറെ ആ സിനിമയില് ലാസ്റ്റ് ഷോട്ട് ആയിരുന്നു എന്നുള്ളതാണ് അതിന്റെ റിയാക്ഷൻ. ഇത് കഴിഞ്ഞു ലാസ്റ്റ് ഷോട്ട് ആയിരുന്നെന്ന് ലാൽ സാർ അറിഞ്ഞില്ല. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ അവിടെ മേക്കിംഗ് വീഡിയോ ഉണ്ടായിരുന്നോ ഞാൻ അറിഞ്ഞില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനത് കഴിഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഞാനൊന്ന് കൺഫേം ചെയ്തു, കൈ അടിച്ചിട്ട് ഞാൻ ഇനി വേറെ ഷോട്ട് ഉണ്ടെന്ന്. കാരണം എനിക്ക് പറ്റിയിട്ടുണ്ട്, പറഞ്ഞു വിട്ടതേ ആളെ. ഒരു സിനിമയിൽ കഴിഞ്ഞു എന്നൊക്കെ പിന്നെ പുള്ളി പോയി മേക്കപ്പ് ഒക്കെ മാറ്റി വണ്ടിയെ കയറിപ്പോഴേ അസോസിയേറ്റ് വന്നിട്ട് അയ്യോ അങ്ങനെ ഷോട്ട് ഉണ്ട് ഉടനെ വിളിപ്പിച്ചു. അപ്പൊ അതാണ് ഞാൻ എന്നിട്ട് ഞാൻ പെട്ടെന്ന് അത് ഷൂട്ടിന് മുമ്പ് തന്നെ ചോദിച്ചായിരുന്നു. അപ്പൊ അത് കൈ അടിച്ചപ്പോ പെട്ടെന്ന് ലാൽ സാറിന് കിട്ടിയ ആ റിയാക്ഷൻ കറക്റ്റ് ആയിട്ട് അതങ്ങ് കിട്ടി. കുറെ പേരോട് ചോദിച്ചു, ഇത് സ്റ്റേജിലല്ലായിരുന്നു. എനിക്ക് അവസാനമായിട്ട് ചോദിക്കാനുള്ള റാമിന്റെ ഒരു കാര്യം, റാമിന്റെ എന്തെങ്കിലും അപ്ഡേഷൻ ഇനി ഉണ്ടാവും? റാം ഇച്ചിരി സീരിയസ് ആയിട്ട് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ദൈവം സഹായിച്ചാൽ ചിലപ്പോൾ അടുത്ത മാസം റിസ്യൂം ചെയ്യാൻ സാധ്യതയുണ്ട്. നന്നായി വരട്ടെ. ഇത്തവണ ഇച്ചിരി സീരിയസ് ആണ് എന്തായാലും സംഭവം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോകുന്നു. കാരണം അത് പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് അവരൊത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പം ലാൽ സാറും ആന്റണിയും ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രയോറിറ്റി പ്രൊജക്റ്റാണ്, നിങ്ങൾ എപ്പോൾ പറയുന്നു അപ്പഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരും എല്ലാ രീതിയിലും പ്രൊഡ്യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. ചിലപ്പോൾ അടുത്ത മാസം തുടങ്ങുമായിരിക്കും. ജനുവരി 30-ാം തീയതി റിലീസാവുകയാണ്. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? അമിത പ്രതീക്ഷകളില്ലാതെ വന്ന് ത്രില്ലറല്ല, ഇതൊരു എമോഷണൽ ക്രൈം ഡ്രാമയാണ്. ഒരു നല്ല ഒരു സിനിമയായിരിക്കും. നിങ്ങൾ വന്ന് കാണുക, എൻജോയ് ചെയ്യുക. ഇപ്പോൾ റിപ്പോർട്ടറിനൊപ്പം ചേർന്നതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു.